آمين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് വിശുദ്ധ റമളാനും പരിശുദ്ധ ഖുർആനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരിലുമുള്ള എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ വിശുദ്ധ റമളാനിലെ ഈ അവസാനത്തെ 10 അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നരകമോചനവും സ്വർഗപ്രവേശനവും ഉറപ്പാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തും മറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരുടെയൊക്കെ ജോലികളിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. സൂറത്തു തക്വീറിന്റെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാള് കണ്ണിൽ കണ്ടതുപോലെ അനുഭവപ്പെടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സൂറത്തു തക്വീർ ഒരാവർത്തി ഓതട്ടെ എന്നാണ് ഹദീസിലുള്ളത്. എങ്കിൽ ഖിയാമത്ത് നാള് കണ്ണിൽ കണ്ടതുപോലെ അവനിക്ക് അനുഭവപ്പെടും. ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിലേക്ക് ഒരാൾ വരുന്ന സന്ദർഭത്തിൽ അവന്റെ ചിന്താഗതി, അവന്റെ അവസ്ഥ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുന്നൊരവസ്ഥ വേണമെന്നാണ്. പക്ഷെ നമ്മൾ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെട്ട് നമുക്ക് പരിചയമില്ല.
എന്നാൽ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ ഏകദേശം ഒരു ധാരണ കിട്ടാൻ സൂറത്ത് തക്വീർ ഓതിയാൽ മതി എന്നാണ്. ലോകം അവസാനിക്കുന്നതിനോട് അനുബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ ആദ്യത്തിൽ അള്ളാഹു പറയുന്നത്. അത് എല്ലാം ഒരു സമയത്ത് നടക്കുമെന്നല്ല, പല സമയങ്ങളിൽ വരുന്നത്. എന്നിട്ട് ഇന്ന് ലാസ്റ്റ് ഓതിവച്ച വചനം അലിമത് നഫ്സും മാ അഹ്ലറത്. ഈ സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അതിനെ ചുറ്റിപ്പറ്റി ഇന്നത്തെ ഈ സമയം അവസാനത്തെ 10 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ് ശംസു കുവിറത് വഇദൽ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ഇശാറു ഉത്തിലത്. ഈ സൂറത്തിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഇദശ് ശംസു കുവിറത്, സൂര്യനെ ചുരുട്ടപ്പെടുമ്പോൾ ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ച് അള്ളാഹു താല സൂര്യനെ ചുരുട്ടും. അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടും. അതിന്റെ പരിപൂർണ രീതി എങ്ങനെ നമുക്കറിയില്ല. ഒരുപാട് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. വലിയൊരു അനുഗ്രഹമാണ് സത്യത്തിൽ സൂര്യൻ. ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന അല്ലാഹു നിർത്തിയ സ്ഥാനത്ത് നിന്ന് ഭൂമിയോട് അത് അകന്നുപോയാൽ നമ്മൾ തണുത്ത് മരവിച്ചു പോകും. അതേസമയം ഭൂമിയോട് അല്പം അടുക്കാൻ ശ്രമിച്ചാൽ ചൂട് കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. സൂര്യപ്രകാശം നമുക്ക് അത്യന്താപേക്ഷിത. പഴയ ബ്രിട്ടീഷ് കണക്കനുസരിച്ച് യൂണിറ്റ് കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം ഭൂലോകവാസികൾ ഉപയോഗിക്കുന്ന സൂര്യപ്രകാശത്തിന് വില കണക്കാക്കപ്പെടുകയാണെങ്കിൽ 50 ലക്ഷം കോടി പവൻ അതിന്റെ വിലക്കുള്ള സൂര്യപ്രകാശം ഒരു ദിവസം ലോക ജനത ഉപയോഗിക്കുന്നു എന്നാണ് പഴയ കണക്ക്. 50 ലക്ഷം കോടി പവൻ. നമ്മൾ ഉപയോഗിക്കുന്ന കരണ്ട്, വൈദ്യുതി, അതിന് കൃത്യമായിട്ട് നമ്മൾ ബില്ലടക്കണം. അതുകൊണ്ട് അതിന്റെ ചെലവ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം സൂക്ഷ്മത പുലർത്തും. ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ചെലവ് വരുന്നത്. എന്നാൽ സൂര്യന്റെ പ്രകാശം ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉപയോഗിക്കുന്നു, ജീവികൾ ഉപയോഗിക്കുന്നു. മരങ്ങൾക്ക് അത് ആവശ്യമാണ്, പ്രകൃതിക്ക് അത് ആവശ്യമാണ്. കേരളത്തിൽ മൊത്തം ഉപയോഗിക്കുന്ന സൂര്യപ്രകാശത്തിന് മാസത്തിൽ ഗവൺമെന്റ് വില കിട്ടുന്നില്ല. പൂർണ്ണമായിട്ടും സൗജന്യമാണ്. പൂർണ്ണമായിട്ടും അല്ലാഹു സൗജന്യമായിട്ട് നൽകാൻ. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. സൂര്യഗോളത്തെ അതൊരു അത്ഭുതകരമായ രൂപത്തിൽ നിലകൊള്ള ഭൂമിയേക്കാൾ ഒരുപാട് വലുപ്പം. ഭൂമിയെ തൂക്കി കണക്കാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു 33,000 ഭൂമി എത്ര തൂക്കമുണ്ടാകും, അത്ര തൂക്കം സൂര്യഗോളത്തിന് മാത്രമുണ്ട് എന്നാണ്. ആ സൂര്യനെ നാളെ ഖിയാമത്ത് നാളില് അള്ളാഹു ചുരുട്ടാണ്. അതിന്റെ പൂർണ്ണ രൂപം അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ പറഞ്ഞതുപോലെ അംഗീകരിക്കാനേ സത്യവിശ്വാസിക്ക് സാധിക്കൂ. ഇതിനെ അന്ധമായിട്ട് വിശ്വസിക്കണം. അള്ളാഹു പറയുന്നതാണ്, പഴക്കില്ല. പിന്നീട് അള്ളാഹു പറയുന്നത് ഇദശ് ശംസു കുവിറത് വഇദൽ നുജൂമു കദറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്താൽ അത് മറ്റൊരു സംഗതിയാണ്. അനേകായിരം കോടി നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശലോകത്തുണ്ട്. വാരിവതറിയ മുത്തുകളെപ്പോലെ അല്ലെങ്കിൽ വിളക്കുകളെപ്പോലെ. നക്ഷത്രങ്ങൾ ആകാശത്ത് വിളക്കുകളെപ്പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാളിനോടനുബന്ധിച്ച് ഈ നക്ഷത്രങ്ങളൊക്കെ അടർന്നു വീടും. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഉൽക്കകളൊക്കെ ഭൂമിയിലേക്ക് പതിക്കുന്നത്
ജിന്ന് സൂറത്തിൽ അല്ലാഹു തആല ആകാശലോകത്ത് തീജ്വാലകളെ നിറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ജിന്നുകൾ പറയുന്നതിനെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇപ്പൊ സയൻസും അത് സമ്മതിച്ചു. 70 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഒരുപാട് ഉൽക്കകൾ ദിവസവും വന്ന് പതിക്കുന്നുണ്ട്, വെണ്ണീറായി പോകുന്നു. മലക്കുകൾ ആകാശലോകത്ത് സംസാരിക്കുന്നത് കട്ടുകേൾക്കാൻ ശ്രമിക്കുന്ന ജിന്നുകൾക്ക് നേരെ ഏറ് വരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മലക്കുകൾ ആകാശലോകത്ത് വെച്ച് ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് കട്ടുകേൾക്കാൻ വേണ്ടിയിട്ട് ജിന്നുകൾ വരുമത്രേ. അതുകൊണ്ടാണ് ജിന്നുകളിൽ വെച്ച് മോശപ്പെട്ട ശൈത്വാന്മാര് അങ്ങനെയുള്ള മറഞ്ഞ ചില കാര്യങ്ങൾ മലക്കുകളിൽ നിന്ന് കട്ടുകേട്ട് ദുന്യാവിലെ അവരുടെ കൂട്ടുകാരായ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ ജിന്ന് സേവക്കാരനാണ് ജ്യോത്സ്യന്മാർ ചില കാര്യങ്ങളൊക്കെ മറഞ്ഞത് പറയുന്നത്, കളഞ്ഞുപോയ വസ്തുക്കളെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ വേറെ വരാൻ പോകുന്ന ചില സംഗതികളെ പറയുന്നത്. അത് സത്യമായിട്ട് പുലരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. അവർക്ക് നേരെ ഏറി വരുമത്രേ. നക്ഷത്രങ്ങളെ കൊണ്ടാണ് എറിയുന്നത്. ഉൽക്കകളും കൊള്ളിമീനുകളൊക്കെ അതിന്റെ ഭാഗമാണ്, നമുക്ക് വിലയിരുത്തപ്പെടാം. എന്തായിരുന്നാലും നക്ഷത്രങ്ങൾ അടർന്നു വീടുമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യുക്തിവാദികൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഇതെന്താ അടർന്നു വീഴാൻ, തേങ്ങയാണോ ചക്കയാണോ എന്നൊക്കെ ചോദിച്ച മലയാളത്തിന്റെ മണ്ണിലെ ചില യുക്തിവാദികളുണ്ട്. ചിലരൊക്കെ മരിച്ചുപോയി, ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോ എല്ലാവരും സമ്മതിച്ചു നക്ഷത്രം വീടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവസാനം ഒരു നക്ഷത്രം വന്ന് ഈ പ്രപഞ്ചം തകരും എന്നുള്ളതും എല്ലാവരും സമ്മതിച്ചു. അതിന്റെ ശേഷം ഒരു പുനർജന്മം, അതിൽ മാത്രമാണ് ഇനി സംശയമുള്ളത്. ചിലർക്ക് സംശയമുള്ളത്. അതെന്തായിരുന്നാലും പൂർണ്ണമായി തിരുത്തപ്പെടില്ല. കാരണം നരകത്തിലേക്ക് എന്തായിരുന്നാലും ആ വിശ്വാസികൾ കുറെ വേണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും നോക്കൂ, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് നക്ഷത്രങ്ങൾ അടർന്നു വീഴും. വൈദൽ ജിബാലു സുയ്യിറത്, അല്ലാഹു വീണ്ടും പറയുന്നു, പർവ്വതങ്ങളെ ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ആണിയാണ്. വൽ ജിബാല ഔതാദ, ഖുർആൻ പറഞ്ഞു പർവ്വതങ്ങളെ അല്ലാഹു ഭൂമിക്ക് ആണിയാക്കി. സയൻസ് പറയുന്നതും അതന്നെയാണ്. ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ വേണ്ടി ആണി അടിച്ചതുപോലെയാണ് മലകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതും അങ്ങനെയാണ്. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ അല്ലാഹു ആണികളാക്കിയ. അപ്പൊ ഈ മലകൾ, ഭീമാകാരമായ ഒരുപാട് പർവ്വതങ്ങളുണ്ട് ലോകത്ത്, ഒരുപാട് മലകളുണ്ട്, അറിയപ്പെട്ട പർവ്വതങ്ങൾ, അറിയപ്പെട്ടതും അല്ലാത്തതും. ഈ പർവ്വതങ്ങളെ മുഴുവനും അത് ചലിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അത് നിരത്തുമെന്നാണ്. ഇന്ന് ഉറച്ചു നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് 1 മീറ്റർ ചിലപ്പോൾ അടിയിലേക്ക് പോയാൽ നല്ല പാറയായിരിക്കും. പിന്നെ ഒരു പക്ഷേ ആ പാറ കിലോമീറ്ററുകളോളം പാറയായിരിക്കും. പക്ഷെ നാളെ പരലോകത്ത് അത് ധൂളികളെ പോലെയാകും. ഖിയാമത്ത് നാളിൽ അത് ഒന്നുമില്ലാത്ത ധൂളികളെ പോലെയാകും. ഈ ഉറച്ച പർവ്വതങ്ങളെ അല്ലാഹു നിരത്തും. പിന്നീട് അല്ലാഹു പറയുന്നത് വൈദൽ ഇശാറു തുലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്താൽ. അത് ഖിയാമത്ത് നാളിന്റെ ഒരു അലാമത്താണ്. ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ഒരുപാട് അറബികൾ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അറബികളോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു മൃഗമായിരുന്നു ഒട്ടകം. ഒട്ടകത്തോട് അവർക്ക് വലിയ ബന്ധമായിരുന്നു. മാത്രമല്ല ഒട്ടകത്തിന്റെ കാര്യത്തിൽ അവർക്ക് അതീവ ശ്രദ്ധയുണ്ടാകും. ഒട്ടകം ഗർഭിണിയാണെങ്കിൽ പ്രത്യേകിച്ചും ഒട്ടകത്തിന് നല്ലവണ്ണം അവർ നോക്കും. രാത്രി ഒന്ന് ഞെട്ടി ഉണർന്നാൽ അവർ പുറത്തിറങ്ങി നോക്കും, ഒട്ടകത്തിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ. അല്ലാഹു പറയുന്നത് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ഇവർ ആ രംഗത്തിന് ദൃക്സാക്ഷികളാകുമ്പോൾ ആ സന്ദർഭത്തിൽ ആവുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഗർഭിണിയായ ഒട്ടകത്തിന്റെ കാര്യം മറന്നു പോകുമെന്നാണ്. എന്തൊട്ടകം, തലയിൽ കത്തുമ്പോൾ എന്ത് മലയിൽ കത്ത എന്ന് പറഞ്ഞതുപോലെയാണ്. അതൊന്നും നോക്കാൻ നേരണ്ടാവൂല. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത് പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളെ ഉപേക്ഷിക്കപ്പെടുമെന്ന് പ്രത്യേകം അല്ലാഹു പറയാനുള്ള കാരണം അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഇതിന് സമാനമായി ഖുർആനിൽ മറ്റൊരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ
വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഹജ്ജ് സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു ഈ സംബന്ധമായി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന തക്വീറിൽ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ ആ ഘട്ടത്തിൽ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും എന്നാണ്. ഗർഭിണികളായ ഒട്ടകങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അതിലേറെ പേടി കടന്നുകൂടി മനസ്സിൽ. അള്ളാഹു അതിനെപ്പറ്റി മറ്റൊരായത്തിൽ പറയുന്നത് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത്. ആ രംഗം നീ കാണുന്ന ദിവസം അള്ളാഹു പറയാൻ, അന്ന് ഗർഭിണികളായ സ്ത്രീകള് അറിയാതെ പ്രസവിച്ചു പോകും. അള്ളാഹു പറയുന്നത് അന്ന് മുല കുടിക്കുന്ന കുട്ടികളുടെ കാര്യം കൊടുക്കുന്ന സ്ത്രീകൾ മറന്നുപോകും. ഗർഭിണിയായ പെണ്ണ് അറിയാതെ പ്രസവിച്ചു പോകും. മുല കുടിക്കുന്ന ഒരു ചെറിയ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ വാപ്പാക്ക് ശ്രദ്ധ ഇല്ലെങ്കിലും ഉമ്മാക്ക് പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവും. കുട്ടി കരയുമ്പോഴേക്ക് മുല കൊടുക്കും. പ്രത്യേകിച്ച് മുലപ്പാല് മാത്രം കൊടുക്കുന്ന ആ ആദ്യഘട്ടത്തിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അതീവ ജാഗ്രത ഉണ്ടാവും. കാരണം പ്രസവിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. മരണവേദനയുടെ തൊട്ട് താഴെയുള്ള വേദനയാണ് പ്രസവവേദന. ഒരു കുഞ്ഞിക്കാല് കണ്ടതുകൊണ്ടാണ്, ആ സന്തോഷം കൊണ്ടാണ് വീണ്ടും ഒരു പെണ്ണ് പ്രസവിക്കാൻ തയ്യാറാകുന്നത്. അല്ലെങ്കിൽ അതിന് നിൽക്കൂല, കാരണം അത്രമാത്രം പ്രയാസമുണ്ട്. 10 മാസം ഗർഭം ചുമക്കാൻ അതിലേറെ പ്രയാസം. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു തആല ഉമ്മമാർക്ക് വലിയ പദവി കൊടുത്തിട്ട് പറഞ്ഞത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ക്ലേശത്തിന് മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് മാതാവ് ഗർഭം ധരിച്ചത്. അതുകൊണ്ട് മാതാവിനെ കണക്കിലെടുക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മാക്ക് തന്റെ കുട്ടിയോട് വലിയ സ്നേഹമായിരിക്കും. മുല കുടിക്കുന്ന കുട്ടിയുടെ കാര്യം ഖിയാമത്ത് നാളിൽ മറന്നുപോകും. ആ രംഗണ് വരുമ്പോ, ലോകാവസാനം വരുന്ന സമയത്ത് ആ ഘട്ടത്തിൽ ആകെ ഭയവിഹ്വലനായി കുട്ടിയുടെ കാര്യം മറന്നുപോകും. അതിലേറെ ഗൗരവമുള്ളത് ശേഷം പറയുന്നത് ഗർഭിണിയായ പെണ്ണ് അറിയാതെ പ്രസവിച്ചു പോകും. പ്രസവവേദന പോലും അറിയില്ല എന്നാണ്. അതിലേറെ വലുത് അപ്പുറത്തുണ്ട്. അതാണത്. പ്രസവവേദന പോലും അറിയാതെ പോകും. നീ ജനങ്ങളെ ലഹരി ബാധിച്ചവരെ പോലെ കാണും. സത്യത്തിൽ വമാഹും ബിസുകാര, അവർ ലഹരി ബാധിച്ചവരല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ്. അതുകൊണ്ട് അത് നേർക്കുനേരെ മുഖാമുഖം കണ്ടതുകൊണ്ടുള്ള ഭയമാണ്, ലഹരി ബാധിച്ചതല്ല. ഒരു ദുരന്തമുഖത്ത് എത്തിപ്പെട്ടാൽ നമ്മൾ ലഹരി ബാധിച്ചവരെ പോലെയാവും. ഒരു ദുരന്തമുഖത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ ഭ്രാന്തുള്ളവരെ പോലെയാവും. ചിലപ്പോൾ പരിസരം നമ്മൾ മറന്നുപോകും. ഒരു വലിയ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അങ്ങനെയാണ്. അതൊക്കെ മാറി വരികയാണ്. ഇപ്പോൾ ഒരാളെ അപകടത്തിൽപ്പെട്ട് വളരെ ദാരുണമായി കടന്ന് പടയുമ്പോൾ വളരെ വേഗത്തിൽ അത് മൊബൈലിൽ പകർത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. അവരുടെ മൊബൈല് ആ സ്പോട്ടിൽ വെച്ച് വാങ്ങിയിട്ട് നീട്ടി എറിയണം. അതിനാണ് ആൺകുട്ടികൾ വേണ്ടത്. മനസ്സ് പറ്റ മരവിച്ചു പോയി എന്നുള്ളതാണ്. ഈ സിനിമ അതിന് വലിയൊരു കാരണമാണ്. പണ്ടൊക്കെ ഒരാൾ ശരീരത്തിൽ നിന്ന് ഒരാളെ ശരീരത്തിൽ നിന്ന് ഒരു മുറിവ് വന്ന് ചോര വരുമ്പോൾ അത് വലിയ വിഷമാണ്. അപ്പൊ അതില്ല. നമുക്കൊരു ത്രില്ല് കിട്ടണമെങ്കിൽ സ്റ്റണ്ട് വേണം. നല്ല സിനിമ എന്നൊന്നില്ലല്ലോ, ഒക്കെ പഴപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ദയ മനസ്സിൽ നിന്ന് പറ്റ എടുത്തു പോകുന്നൊരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാകുകയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണം നോക്കല്ല, അതിനു മുമ്പ് തന്റെ മൊബൈലിൽ അത് പകർത്തിയിട്ട് അത് വാട്സാപ്പിൽ വിടാനുള്ള പരിപാടിയാണ്. മഹാതെറ്റാണ് ചെയ്യുന്നത്. അല്ലാഹു താല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്തായിരുന്നാലും അല്ലാഹു പറയുന്നത്, ഖിയാമത്ത് നാളിന്റെ ഈ അടയാളങ്ങൾ വരുന്ന സന്ദർഭം, ആ ലാസ്റ്റ് ഘട്ടത്തിൽ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട്, ബീഭത്സത കൊണ്ട് ഗർഭിണികളായ ഒട്ടകത്തിന്റെ കാര്യം മറന്നു പോകുമെന്നാണ്. പിന്നീട് അല്ലാഹു പറയുന്നത്, വഇദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ,
ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ കാടുകളിലുള്ള ജീവികൾ മാത്രമല്ല, എല്ലാം ജീവനുള്ള എല്ലാ വസ്തുക്കളും, മനുഷ്യന്മാര് മാത്രമല്ല, എല്ലാ ജീവികളും. എന്തിനാണത്? അത് അവരുടെ ഖിസ്വാസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു പുലി ഒരു പുള്ളിമാനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുള്ളിമാന് പുലിയെ പകരം വീട്ടും. ഒരു കോഴി മറ്റൊരു കോഴിയെ കൊത്തി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊത്തുകൊണ്ട കോഴി തിരിച്ച് പകരം വീട്ടും. കഴിഞ്ഞു. അവർക്ക് നല്ല സുഖമാണ്. എല്ലാ ജീവികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ദുന്യാവെന്ന് അവർ തമ്മിൽ കടിപിടി, അതിന് ഒരു പകരം വീട്ടല്. അള്ളാഹു ശരിക്കും നീതി നടപ്പിലാക്കുകയാണ്. ശരിക്കും നീതി നടപ്പിലാക്കുകയാണ്. അതിന് കഴിഞ്ഞാൽ അവരോട് അള്ളാഹു പറയും അത്രേ, കൂനി തുറാബ, നിങ്ങൾ മണ്ണാവോ. കഴിഞ്ഞു. നമുക്ക് നരകവും സ്വർഗമൊന്നുമില്ല. സ്വർഗം വേണമെന്നില്ല, നരകം സഹിക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്. ഒരു ചത്ത പക്ഷിയെ കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഈ പക്ഷിയെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു പക്ഷിക്ക് നരകത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏറിയാൽ ആ പക്ഷി ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു തിരിച്ചടി അതേ അളവിൽ മഹ്ശറയിൽ കിട്ടിയാൽ, ആക്രമിക്കപ്പെട്ട ആ ജീവിയിൽ നിന്ന് തിരിച്ചു കിട്ടിയാൽ കഴിഞ്ഞല്ലോ. ഖൂനി തുറാബ, മണ്ണായി, ഒന്നും അറിയണ്ട. സ്വർഗം ഉറപ്പാണെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ ഗ്യാരണ്ടി കൊടുത്തതാണ്. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. അങ്ങനെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അങ്ങനെ മോഹിച്ചു. വിഷയത്തിന്റെ ഗൗരവം കൊണ്ട്. നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ആലോചിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഈ ഭീകര രംഗം കാണുമ്പോൾ നമ്മൾ പറയാത്രേ, എന്ത് ലൗ കുന്തു തുറാബാ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മൃഗങ്ങളെ മണ്ണാക്കുന്ന ആ രംഗം കാണുമ്പോൾ ഞാനും അതുപോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങനെ ഒരു ചിന്ത. അപ്പോ നന്നാകാനുള്ളൊരു ശ്രമം നടത്തുമെന്നാണ്. പാറയെപ്പോലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ എന്ന് പറഞ്ഞത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ആരാ? സ്വർഗത്തിന്റെ 8 വാതിലൂടെയും ഒരേ സമയത്ത് കയറുന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അറിയോ നിങ്ങൾക്ക്? സ്വർഗത്തിന്റെ 8 വാതിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെയല്ല, സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും ഒരേ സമയം ഒരു ശരീരത്തിന് കയറാൻ അത്രമാത്രം അവസരം അള്ളാഹു കൊടുക്കുമെന്ന് നബി ഉറപ്പണ കൊടുത്തതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രമാത്രം സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്ന് നബി അറിഞ്ഞതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ കേവലം 6 വയസ്സ് മാത്രമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം കഴിച്ച് ആ നമ്പർ 1 വിശ്വാസിയുമായിട്ട് ഒരു വൈവാഹിക ബന്ധമുണ്ടാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും അവരൊക്കെ എത്ര പേടിച്ചു സഹോദര അവരൊക്കെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെയാണ്. സ്വർഗമുറപ്പാണ്. രണ്ടാമത്തെ നായകനാണ് അദ്ദേഹം, അമ്പിയാക്കൾ കഴിഞ്ഞാൽ. പിന്നെ അവരൊക്കെ ഈ നിലപാട് സ്വീകരിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു പറയുന്നത് വഇദൽ വഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, വഇദൽ ബിഹാറു സുജ്ജിറത്, കടല് കത്തിക്കപ്പെടുകയും ചെയ്താൽ. അതിന് വരാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ്. കടല് കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വെള്ളം വറ്റിച്ച് തൽസ്ഥാനത്ത് തീ വരികയാണെന്നാവാം, അല്ല വെള്ളം തന്നെ കത്തുകയെന്നാവാം, ഒക്കെ ആവാം. പെട്രോൾ കത്തുന്നുണ്ടല്ലേ. പച്ചവെള്ളത്തെ കത്തിക്കാൻ, പച്ചവെള്ളത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനേക്ക് അഗ്നിയെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും അള്ളാഹു പറയുന്നത് വഇദൻ നുഫൂസു സുവ്വിജത്, ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്താൽ. ആളുകൾ കൂട്ടി ഇണക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിന്റെ അർത്ഥം ഖബറുകളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വന്നാൽ കൃത്യമായി അതാത് ആത്മാക്കൾ അതാത് ശരീരത്തിലേക്ക് കൂടുന്ന, മാറൂല. പരകോടി മനുഷ്യർ, നമ്മളൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് പിരിയാണ്. ആത്മാവ് പിരിയാന്ന് പറഞ്ഞാൽ ആത്മാവിനൊരു കുഴപ്പം വരുന്നില്ല. ശരീരം ദ്രവിച്ച് ലാസ്റ്റ് എല്ലും ആണ് ദ്രവിച്ച് പോയാലും അയാൾ ആത്മാവിനൊരു കുഴപ്പം വരുന്നില്ല. അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിയാതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ വസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. നാസിയാത്ത് സൂറത്തിന്റെ ആ ആദ്യത്തെ 5 വചനങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരാൻ പോകുന്നതാണ്. അതിൽ ആത്മാക്കളെ പറ്റിയാണ് കാര്യമായിട്ടും പറയുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരഭിപ്രായ പ്രകാരം ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ കൽപ്പനകളെ നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം ആത്മാക്കളെ വെച്ചുള്ള ചില കളികളാണ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്കപ്പോൾ പറയാം. മരിച്ചുപോയ ഗുരുനാഥൻ തന്റെ ശിഷ്യന് ഏതെങ്കിലും മസ്അല പ്രശ്നങ്ങളിൽപ്പെട്ടാൽ ആത്മാവ് മുഖേന, അതായത് സ്വപ്നം മുഖേന ആ സംശയം തീർത്തു കൊടുക്കുമെന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു. മരിക്കുമ്പോൾ അയാൾക്ക് കുറച്ച് മുതലുണ്ടായിരുന്നു. അത് അയാളൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. മരിക്കുന്നതിന് മുമ്പ് ഇന്ന സ്ഥലത്ത് കുറച്ച് സ്വർണ്ണ നാണയം, ഒരു 4 കോയിൻസ്, 4 പവന്, അല്ലെങ്കിൽ ഇത്ര സംഖ്യ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മക്കൾക്ക് അവരെ അറിയിക്കാൻ കഴിയാതെ ഇയാൾ മരിച്ചു എന്ന് സങ്കല്പിക്കുക. നാസിയാത്ത് സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഒരുപക്ഷെ അയാളെ ആത്മാവ് സ്വപ്നം മുഖേന മക്കൾക്ക് ഈ സന്ദേശം കൊടുക്കാൻ സാധ്യതയുണ്ട്. അവർ തപ്പി നോക്കുമ്പോൾ കൃത്യമായിരിക്കും. നമ്മളെ സ്വന്തം വക പറയല്ല, കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്തായിരുന്നാലും ആത്മാവ് ഒരു സംഭവമാണ്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. നല്ലവരുടേത് എല്ലീനിലേക്കും വൃത്തികെട്ടവരുടേത് സിജ്ജീനിലേക്കും പോകുന്നുണ്ട്. ഇനി നോക്കൂ, നാളെ ആ സൂറെന്ന കാഹളത്തിൽ 2ാമത്തെ ഊത്ത് ഊതപ്പെട്ടാൽ ഈ ആത്മാക്കൾ കൃത്യമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ശരീരത്തിൽ സന്നിവേശിക്കും. അതാണ് വൈദൻ നുഫൂസു സുവ്വിജത്. ആളുകൾ കൂട്ടിയിണക്കപ്പെടുകയും ചെയ്താൽ എന്റെ ആത്മാവ് എന്റെ അയൽവാസിയായ ആളുടെ ശരീരത്തിലേക്കും അയാൾ ആത്മാവ് എന്നിലേക്കും വന്ന് മാറുന്ന, പരസ്പരം മാറുന്ന, വിവാദമുണ്ടാകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അത്രയും കണിശമായി കൃത്യമായിട്ട് വരുന്ന. എന്തിനേറെ ഇതാ നമ്മുടെ വിരലിന്റെ തെല്ലുകൾ വരെ ഇതുവരെ മാറൂല എന്നാണ്. നിന്റെ വിരലടയാളം എങ്ങനെയാണ്? ഇതേപോലെ ആയിരിക്കും നാളെ പരലോകത്ത് വരുമ്പോ അതേ വിരലടയാളം, അതേ വല്ല ഒരു മാറ്റം ഉണ്ടാവില്ല. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖുർആൻ പറഞ്ഞില്ലേ, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അവന്റെ വിരലിന്റെ അഗ്രത്തെ വരെ ശരിപ്പെടുത്തുന്ന രൂപത്തിൽ നമുക്കതിന് സാധിക്കും. എങ്ങനെ മടക്കി പടക്കുമെന്ന് ചോദിച്ചപ്പോ, 2ാമത് എങ്ങനെ മടക്കി പടക്കുമെന്ന് ചോദിച്ചപ്പോ മറുപടി കൊടുത്തതാണ്. അല്ലെങ്കിലും അതിലൊക്കെ തർക്കിക്കുന്നവന് വിവരമില്ലാത്തവനാണ്. ഇല്ലായ്മയിൽ നിന്ന് പൂർണ്ണമായിട്ടും ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയ അള്ളാഹ്ക്ക് 2ാമത് മടക്കി പടക്കാൻ എന്ത് പണിയുള്ളത്? അനേകം കോടി ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജവും അണ്ഡവും പരസ്പരം സംയോജിച്ച് ഗർഭപാത്രത്തിൽ വന്ന് എന്തൊക്കെ മാറ്റങ്ങൾ അതിന്റെ ഇടയിൽ വന്നു. അങ്ങനെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് 2ാമത് ഇവനെ മടക്കി പടക്കാൻ എന്ത് പണിയാണ്? ഒരു മുൻ പ്ലാൻ ആവശ്യമില്ലാതെയാണ് അള്ളാഹു പടച്ചത്. പ്ലാനില്ല. ഒരു പ്ലാൻ തയ്യാറാക്കട്ടെ. നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടെടുക്കുമ്പോൾ അതിന് പ്ലാൻ തയ്യാറാക്കണം കൃത്യമായിട്ട്. എത്രയാണ് അളക്കുന്നത്? എത്ര കൃത്യമായിട്ട് അളക്കുന്നത്? എന്നാൽ അള്ളാഹുവിനൊരു പ്ലാൻ ആവശ്യമില്ലാതെ അള്ളാഹ് പടച്ചത്. അങ്ങനത്തെ അള്ളാഹ്ക്ക് 2ാമത് പടക്കാൻ എന്താ പണി? പണിയാണെങ്കിൽ ആദ്യം പടക്കാനല്ലേ കുറച്ച് പ്രയാസം. ബുദ്ധിയില്ലാത്തവനതിൽ തർക്കിക്കൊള്ളും. എന്തായിരുന്നാലും നോക്കൂ, ആളുകളുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾ ഓരോരുത്തരുടെ ശരീരത്തിലേക്കും വരും. അതിന് മഹാന്മാർ പറയുന്ന ഉദാഹരണം എങ്ങനെയാണ്? കടലിലൂടെ പോകുന്ന ഒരു കപ്പൽ, ആ കപ്പലിലുള്ള ആളുകൾ കടലിലേക്ക് വീണുപോയി. കടലിലേക്ക് വീണു. മത്സ്യങ്ങൾ അവരെ തിന്നുപോയി. അവരെ എല്ലുകൾ മത്സ്യങ്ങൾ ഒഴിവാക്കി കടലിന്റെ തിരമാലകൾ ആ അസ്ഥികളെ, ആ എല്ലുകളെ കരയോടടുപ്പിച്ചു. കടപ്പുറത്ത് ആ എല്ലുകൾ ഒരുപാട് ദിവസം കിടന്നു ഉണങ്ങിപ്പോയി. അതുവഴി വന്ന ഒരു ഒട്ടക സംഘം, ആ ഒട്ടകങ്ങൾ ആ എല്ലുകൾ ഭക്ഷിക്കുന്നു. ഒട്ടകം അത് ഭക്ഷിച്ച് വേറെ ഏതോ മരുഭൂമിയിലേക്ക് പോയി. ഒട്ടകം ഭക്ഷിച്ച ആ എല്ലുകൾ പിന്നീട് കാഷ്ടമായി ഒട്ടകം മറ്റൊരു ഭാഗത്ത് മരുഭൂമിയിൽ വിസർജിച്ചു.
ആ കാഷ്ടം ഒരുപാട് ദിവസം അവിടെ കിടന്ന് ഉണങ്ങിപ്പോയി. മറ്റൊരു യാത്രാ സംഘം വന്ന് ആ കാഷ്ടം ഉണങ്ങിക്കിടക്കുന്നതിന് തീ കൊടുത്തു. ഉടനെ അത് കത്തിച്ചാരമായി, വെണ്ണീറായി. അതിശക്തമായ കാറ്റടിച്ചു. അനന്തരം അതുവഴി അത് മരുഭൂമിയിലെ മണൽത്തരികളോട് ലയിച്ചുപോയി. എത്ര മാറ്റങ്ങൾ വന്നു! ഒരുപാട് മാറ്റങ്ങൾ വന്നു. കടലിൽ മരിച്ച ആളുകളുടെ എല്ലുകളാണ് കടപ്പുറത്ത് ഒരുപാട് ദിവസം കിടന്നത്. ആ എല്ലുകളാണ് ഒട്ടകം തിന്നുപോയത്. അതാണ് ഒട്ടകം മറ്റൊരു ദിക്കിൽ കൊണ്ടുപോയി കാഷ്ടിച്ചത്. അതാണ് പിന്നെ ഉണങ്ങി അവസാനം ആരോ കത്തിച്ചു, ചാരമായി. കാറ്റടിച്ചപ്പോ അത് മരുഭൂമിയിലെ മണ്ണിനോട് ലയിച്ചു. സൂറെന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തിൽ നേരത്തെ കടലിൽ മരിച്ച ആളുകൾ മരുഭൂമിയോട് ലയിച്ച ആ തരികളിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെ മരിച്ചാലും അള്ളാഹ്ക്ക് കിട്ടും. എത്ര ഭസ്മമാക്കി, എത്ര കടലിൽ ഒഴുക്കി കളഞ്ഞാലും അള്ളാഹുവിനിക്ക് ലഭിക്കും. മറിച്ചുള്ള ധാരണകളൊക്കെ തെറ്റുധാരണകളാണ്, അന്തമില്ലാത്ത, തീരെ കഥയില്ലാത്ത വിശ്വാസങ്ങളാണ്. എന്തായിരുന്നാലും അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ ആത്മാവ് ശരീരത്തിലേക്ക് കൂടും, മാറൂല. മറ്റൊരർത്ഥം അള്ളാഹു പറയുന്നത് മറ്റൊരായത്തിൽ പറയുന്നുണ്ട് അഫ്വാജ. അതാണ് ഉദ്ദേശം. അതായത് ആളുകൾ കൂട്ടിയിണക്കപ്പെടുമെന്ന് പറഞ്ഞാൽ മഹ്ശറയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുപോലല്ല, പല ടീമുകളാണ്. ശുഹദാക്കളൊരു ഭാഗത്തുണ്ടാകും. ഹംസ റളിയല്ലാഹു അൻഹു അതിന്റെ നേതാവാണ്. ബദറിന്റെ പടക്കളത്തിൽ തുന്യ നബി തന്റെ പിതൃവ്യനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ഖും യാ ഹംസ, ഹംസ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞല്ലോ. ശുഹദാക്കളുടെ നേതാവ് അദ്ദേഹം. ശുഹദാക്കളുടെ നേതാവ് സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ലോകത്തൊരുപാട് രക്തസാക്ഷികളുണ്ട്, അവർ അദ്ദേഹത്തിന്റെ പിറകിൽ വരും. വഇദൻ നുഫൂസു സുവ്വിജത്. ആ ഇണക്കപ്പെടൽ അങ്ങനെയാണ്. വലിയ വിശ്വാസം. അള്ളയും റസൂലും പറഞ്ഞ ഒരു കാര്യത്തിൽ യാതൊരു വിഷയത്തിലും സംശയമില്ലാതെ സത്യസന്ധമായ ജീവിതം നയിച്ച സുദ്ദീഖീങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വരും. അതിന് ചുക്കാൻ പിടിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. വലിയ വലിയ സമ്പന്നർ, അവരുടെ സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിച്ചവർ, അവരുടെ സമ്പത്ത് പാവങ്ങളെ സഹായിക്കാൻ ചെലവഴിച്ചവർ. സമ്പത്തുണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ സമ്പത്തിന്റെ നിർബന്ധ വിഹിതം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. റമളാനിൽ മാത്രം കൊടുത്താൽ പോരാ, റമളാനിൽ മാത്രം പോരാ, അത് വേണ്ട സമയത്തൊക്കെ വേണം. അങ്ങനെ കൊടുത്ത ആളുകൾ, സഹായിച്ച ആളുകൾ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നാളെ വരിക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ്. അതിന്റെ നേതാവ് അദ്ദേഹം. ശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച മഹത്തുക്കള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ വരും. പാട്ടിനെ നല്ലതിന് ഉപയോഗിച്ച ഒരുപാട് ആളുകളുണ്ട്. ദീനിന് ഗുണകരമായ രൂപത്തിൽ കവിത ചൊല്ലിയ ആളുകളുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അവർ വരും. പ്രഭാഷകരുണ്ടാകും. അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചവർ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ വരും. ഖതീബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അദ്ദേഹം. റസൂലുള്ളാഹിന്റെ പ്രഭാഷകൻ. ഷാഇർ റസൂലില്ല, അത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു, പുണ്യ നബിയുടെ കവി. ഓരോ വകുപ്പിനും നേതാക്കന്മാരുണ്ട്. അതേസമയം സത്യവിശ്വാസികൾ എന്ന് അവകാശപ്പെട്ട് നിസ്കാരം ഉപേക്ഷിച്ചവൻ ഖാറൂനിനോട് കൂടെയും ഹാമാനിനോട് കൂടെയും ഫിർഔനിനോട് കൂടെയും അബൂജഹലിനോട് കൂടെയും ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ ഹദീസിലുണ്ട്. നബി പറഞ്ഞതാണ്, ഖാറൂന്, ഫിർഔന്, ഹാമാന്, അതുപോലെ തന്നെ അബൂജഹൽ, അവരോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്താ അതിന്റെ അവസ്ഥ? അവരോട് പക്ഷം ചേരാൻ മഹ്ശറയിൽ എന്ന് പറഞ്ഞ സഹോദര, ഓരോരുത്തരും അവനാന്റെ സൗകര്യം പോലെ വരാൻ പറ്റൂല. അവിടെ പരകോടി മനുഷ്യരുണ്ടാവും എന്ന് കരുതി നമ്മുടെ ഹിതം പോലെ പറ്റൂല. നല്ല നിയന്ത്രണമായിരിക്കും, ശരിക്കും നിയന്ത്രിക്കും. അവിടെ ഇവിടെയും പോയി നിൽക്കാനൊന്നും പറ്റില്ല. ഇത് ഒരു സമ്മേളനത്തിന്റെ മൈതാനിയല്ല, എന്നാൽ ഒരു വേൾഡ് സമ്മേളനാണത്. അതിനനുസ്മരിക്കാണ് ശരിക്ക് അറഫ. എന്തായിരുന്നാലും നോക്കൂ, വന്ന ആളുകൾ അള്ളാഹുവിന്റെ ഹിതം പോലെ നിയന്ത്രിക്കപ്പെടും. പല സംഘങ്ങളായിട്ടാണ് വരിക എന്ന് കാണാൻ സാധിക്കും. അമലുകൾക്കനുസരിച്ചാണ്. ഇനി ബാക്കി അതിനോട് ബന്ധപ്പെട്ടത് ഇന്ന് ഓതി വെച്ച അവസാനത്തെ ആയത്തിൽ അതിൽ ലൈലത്തുൽ ഖദ്റിനോട് തട്ടിക്കണം നമ്മൾ. ഞാൻ വിശദീകരിക്കാം. പിന്നീട് അള്ളാഹു പറയുന്നത് വഇദൽ മൗഊദതു സുഇലത്,
വൈദൽ മൗഊദതു സുഇലത്, കുടിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുകയും ചെയ്താൽ ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു തെറ്റിനാണ് കൊല്ലപ്പെട്ടത്. കുട്ടിയോട് ചോദിക്കുന്നത് കുട്ടിയെ കുഴിച്ചു മൂടിയ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ വഷളാക്കാൻ വേണ്ടിയാ. പിതാവാണ് പലപ്പോഴും കുഴിച്ചു മൂടിയത്. ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നൊരു സംഗതിയാണത്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയും, എന്ത് നബിയുടെ കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു, നബിയുടെ കാലത്ത് കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആളുകൾ നമ്മളാണ് എന്ന് വരുത്തി തീർക്കാണ് ചിലർ. ഏതുപോലെ ഓരോ മതത്തിന്റെ സ്ഥാപക നേതാക്കന്മാരെ പറയുമ്പോൾ ചിലർ പറയും ഇസ്ലാം മത സ്ഥാപകൻ മുഹമ്മദ് നബിയാണ്. അത് വലിയൊരു ഭീമാബദ്ധമാണ്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ സർവശക്തനായ അള്ളാഹുവാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രം. എല്ലാ കാലത്തും അതാണ് പ്രബോധനം ചെയ്തത്. ഇസ്ലാം എന്ന് പറയുന്ന പുണ്യമതത്തിന്റെ 1.25 ലക്ഷം പ്രവാചകന്മാരാകുന്ന പ്രചാരകരിൽ അതിലെ ലാസ്റ്റ് കണ്ണി മാത്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികളിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിന്റെ പ്രബോധകനായി പ്രവാചകനായി വന്നതിന്റെ ശേഷം നീണ്ടകാലം പ്രവാചകന്മാരില്ലാതെ പോയതുകൊണ്ട് ആളുകൾ പഴച്ചുപോയി. അങ്ങനെയാണ് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അറബികൾക്ക് പിന്നൊരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിന്റെ ഇടയിൽ ഒരു പ്രവാചകനും അറേബ്യയിലേക്ക് വന്നിട്ടില്ല. വന്ന പ്രവാചകന്മാരൊക്കെ ഇസ്രായേലി പ്രവാചകന്മാരാ. അത് അവിടെ വന്നതല്ല. ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യഅ്ഖൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ പോന്ന് മഹാനായ ഈസ നബിയും മൂസ നബിയും അടക്കം അനവധി പ്രവാചകന്മാർ, അതൊക്കെ ഇസ്രായേൽ പ്രവാചകന്മാരാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി വഴി ഒരൊറ്റ പ്രവാചകൻ മാത്രമേ വന്നുള്ളൂ. അത് അള്ളാഹിന്റെ തിരുദൂതരാണ്. അതിന്റെ ഇടയിൽ ഒരുപാട് പ്രവാചകന്മാരില്ലാതെ നീണ്ട കാലം കഴിഞ്ഞുകൊണ്ട് ആൾക്കാർ പഴച്ചു. ആ കാലഘട്ടത്തിൽ ചിലര് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു. നമ്മളെ കളിയാക്കാനൊന്നുമില്ല, നമ്മളല്ലല്ലോ അതിന്റെ ആളുകൾ. അറേബ്യയിൽ അങ്ങനെ നടന്നിരുന്നു. അറേബ്യയിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന അതേ കാലത്ത് തന്നെയാണ് ഫ്രാൻസിൽ പുരോഹിതന്മാർ യോഗം ചേർന്ന് സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്ത്. മുസ്ലിമീങ്ങളല്ലല്ലോ, നസ്വാറാക്കളാണ്. അവർ ഔദ്യോഗികമായി ചർച്ച ചെയ്തതാണ് പെണ്ണിന് ആത്മാവുണ്ടോ ഇല്ലയെന്ന്. അതാണ് മുഖ്യ അജണ്ട. അതിനുവേണ്ടി മാത്രം പുരോഹിതന്മാർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു എന്നാണ്. ഇത് ഫ്രാൻസിൽ നടന്നതാണ്. എന്നാൽ അള്ളാന്റെ തിരുദൂതരോ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ആ വൃത്തികെട്ട ഏർപ്പാടിനെ ഇല്ലാതെയാക്കി എന്ന് മാത്രമല്ല, കുറെ വഴല് പറഞ്ഞതല്ല, നേരെ കാണിച്ചു കൊടുത്തു ഒരു പെൺകുട്ടി എങ്ങനെ സ്നേഹിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനങ്ങളെ പഠിപ്പിച്ചു. ഫാത്തിമ റളിയല്ലാഹുവിനെ നബി വല്ലാതെ സ്നേഹിച്ചു. ഒരു പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. എന്നാലും സഹോദര, ഒരുപാട് ആളുകൾ കുഴിച്ചുമൂടി. ദാരിദ്ര്യം പേടിച്ചിട്ടാണ് അവർ പെൺകുട്ടികളെ കുഴിച്ചുമൂടിയത്. ഇന്ന് അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ്. ജാഹിലിയ്യത്ത് ഉഗ്രരൂപം കൊണ്ട് തിരിച്ചു വരുന്നോ എന്ന് പേടിക്കണം. ലിംഗനിർണയം രാജ്യം നിരോധിച്ച കാര്യമാണ്. എന്നാൽ പണം കൊടുത്തിട്ട് ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി പെൺകുട്ടിയാണെങ്കിൽ ഗർഭപാത്രത്തിലിട്ട് കൊല്ലാനുള്ള പരിപാടിയാണ്. അപ്പോ ജാഹിലിയ്യത്ത് തിരിച്ചു വരികയാണ്. അതായത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെണ്ണിന് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നോക്കൂ, ഈ മാറിയ കാലഘട്ടത്തിൽ പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നത് കാണുന്നു. അന്ന് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പ്രസവിക്കപ്പെട്ടതിന്റെ ശേഷം പെൺകുട്ടിയാണെങ്കിൽ നിർദ്ദയം ആ കുട്ടിയെ കുഴിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുക. ഇന്ന് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല. പലപ്പോഴും ഗർഭസ്ഥ ശിശു അത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ ജീവനോട്, ആ പെൺകുട്ടിയെ ഗർഭാശയത്തിൽ വെച്ച് കൊന്നുകളയുന്ന അവസ്ഥ. ഈ അടുത്ത് ഒരു സഹോദരന്റെ ഭാര്യ ഗർഭിണിയായി. 2 കുട്ടികളുണ്ട്, 3-ാമത്താണ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഇത് ഒഴിവാക്കണം. അങ്ങനെ അതാകെ പ്രശ്നം. ഭർത്താവ് ഒഴിവാക്കരുത്, ഭാര്യ ഒഴിവാക്കണം. ഇപ്പോൾ തന്നെ 3-ാമതൊരു കുട്ടി വേണ്ട. അങ്ങനെ കുടുംബത്തിൽ അത് വലിയ പ്രശ്നമായി.
ഈ കക്ഷി എന്നോട് പറയണം. അവസാനം അത് ഫൈനലായത് എങ്ങനെ അറിയാം? ഈ പുതിയാപ്പിള പറഞ്ഞു അത്രേ, ഭർത്താവ് പറഞ്ഞു ഭാര്യയോട്, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ ഗർഭാശയത്തിലുള്ള കുട്ടിയെ അതിന് നമ്മളൊന്നും ചെയ്യണ്ട, അത് കളയണ്ട, 3 എണ്ണം ഇപ്പൊ വേണ്ട എന്നുള്ള പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, വലിയ കുട്ടി ആൺകുട്ടിയാണ്, നമുക്ക് വലിയ കുട്ടിയെ ശങ്കിൽ പിടിച്ച് നെക്കിയിട്ട് അതിനോട് കൊല്ലാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വന്നു അയാൾ. എന്നാ പിന്നെ 2 എണ്ണം തന്നെ ആയിക്കോളല്ലോ. വലിയ കുട്ടിനെ നമ്മളാണ് കൊല്ലുക, പിന്നെ അതിന്റെ താഴെയുള്ളതും പിന്നെ ഉള്ളിലുള്ളതും. അത് കൊല്ലരുത് പറഞ്ഞ പോലെ തങ്ങൾ പറയുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞെടുത്തു, അതേപോലെ തന്നെ മോളെ ഉള്ളിനെ കൊല്ലുന്നു, ഇതൊരു വ്യത്യാസമില്ല, എന്നാ വേണ്ടാന്ന് പറഞ്ഞു അത്രേ. അയാൾ നല്ല യുക്തിയുള്ള പുതിയാപ്പിളാണ്. അയാൾ തീരുമാനമായി എന്നോട്, തോൾക്ക് പ്രശ്നമില്ല. ചിന്തിക്കണം, വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ചിലരെന്തെയും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉടനെ ആവുക എന്ന് പറഞ്ഞാൽ സൽക്കാരത്തിന് പോകാൻ പ്രശ്നമാകുമോ, ഇപ്പോൾ തന്നെ കുട്ടിയായ മോശല്ലേ എന്ന് കരുതിയിട്ട് ഒഴിവാക്കും, ഡോക്ടറെ സമീപിക്കും. പിന്നെ ചിലപ്പോൾ തീരെ കുട്ടികളുണ്ടാവില്ല, പഠിച്ചു, പിന്നെ ഖേദിക്കുക, പിന്നെ ലക്ഷങ്ങൾ ചെലവാക്കുകയാണ്, പിന്നെ പ്രാർത്ഥനകൾക്കും അതുപോലെ നേർച്ചകൾക്കും ലക്ഷങ്ങൾ ചെലവാക്കുകയാണ്. ചെയ്യരുത് സഹോദര, അള്ളാഹു നൽകുന്ന വലിയ നിഅ്മത്താണത്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വകുപ്പില്ലാതെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വന്ധ്യത കൂടുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ വിഷമം എത്രയാണ്? കല്യാണത്തിന് പോകുമ്പോ, ഒരു സൽക്കാരത്തിന് പോകുമ്പോ ആളുകൾ ഇങ്ങനെ ചോദിക്കും, ഒന്നും ആയില്ലല്ലേ, ശരിക്കും ഇറച്ചിമ കുത്തും പോലെ തോന്നും. ചിലർ കണ്ടറിഞ്ഞ് ചോദിക്കും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങൾക്ക് തീരെ പിടിച്ചിക്കാൻ കഴിയില്ല, അവർ ചിലപ്പോൾ സൽക്കാരത്തിനൊന്നും പോകില്ല, ആൾക്കാരെ ചോദ്യം കാരണം. എത്രയാണ് അവരുടെ വിഷമം. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കുട്ടികൾ കളിയും ചിരിയും കാണുമ്പോൾ നമ്മൾ ഓർക്കണം, അള്ളാന്റെ നിഅ്മത്താണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും ബർക്കത്താണ്. നാളെ പരലോകത്തുനിന്ന് ചോദിക്കും, എന്തിനാ മോളെ നീ കൊല്ലപ്പെട്ടത്? വാപ്പാനെ ഇടങ്ങാറാക്കാനാണ്. വിവരണം അറിയും, എത്ര കുട്ടികളെ കൊന്നു ആദ്യം. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ പെൺകുട്ടി ആയാല് എന്താ കുട്ടി എന്ന് പറയാന് വലിയ മടിയാ. പ്രസവം കഴിഞ്ഞു വെച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാട്ടോ എന്ന് പറയും, പെറ്റൂന്ന് പിന്നെ പറയുള്ളൂ. പെൺകുട്ടിയാണെങ്കിൽ പ്രസവിച്ചു, എന്തൊരു കുട്ടിയാ, ഇപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുട്ടി എന്താന്ന് ചോദിച്ചത് ചിലപ്പോ കട്ടാക്കും, ജന്റെ മുഴുവനാക്കാൻ റേഞ്ചില്ലേന്ന് പറയും. പെൺകുട്ടി ആയതുകൊണ്ട് ഓൻ റേഞ്ച് പോയതാ. ഓൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ കെട്ടിക്കാൻ എത്ര ചെലവ് വരും. 10-18 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി അന്ന് ഭരണാധികാരികൾ എന്ത് നിയമ കൊണ്ടുവരാൻ, 50 കഴിഞ്ഞിട്ട് വിവാഹമാക്കണമെന്ന് കൊണ്ടുവരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്നും ഇപ്പൊ തന്നെ ആലോചിച്ചിട്ട് നമ്മൾ വെറുതെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലാഹുവാ. 5-6 പെൺകുട്ടികളുള്ള സഹോദരങ്ങൾ മുഴുവൻ കുട്ടികളെയും കെട്ടിച്ചയക്കുന്നുണ്ട്. 5-6 ആൺകുട്ടികൾ, അതിന്റെ അടിയിൽ ഒരു പെൺകുട്ടി. കെട്ടിക്കാനൊരു പ്രയാസമില്ല എന്ന് കരുതുക എല്ലാവരും, പക്ഷെ പ്രയാസപ്പെടുന്നവരുണ്ട്. പെൺകുട്ടികളാണ് വലിയ ബർക്കത്ത്. ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജ്അലു മൻ യശാഉ അഖീമ. ഖുർആൻ പറയാണ്, യഹബു ലിമൻ യശാഉ ഇനാസ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവന് പെൺകുട്ടികളെ ദാനമായി നൽകും. അള്ളാഹു പറയുന്നു, വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിച്ചവർക്ക് ആൺകുട്ടികളെ മാത്രം ദാനമായി നൽകും. അതായത് ചിലർക്ക് പെൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ, ചിലർക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകും, രണ്ടുമുണ്ടാകും. വയജഅലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിച്ചവർക്ക് വന്ധ്യത നൽകും, ഒരു കുട്ടികളും ഉണ്ടാവില്ല. ചിലർക്ക് പെൺകുട്ടികൾ മാത്രം, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം, ചിലർക്ക് രണ്ടും, ചിലർക്ക് രണ്ടുമില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ പണിയാണ്. ഇവിടെ ആദ്യം അള്ളാഹു പെൺകുട്ടികളെയാണ് പരാമർശിച്ചത്, പെൺകുട്ടികളാവും കൂടുതലെന്ന് അറിയിക്കാനും. മഹാന്മാര് പറയുന്ന ഒരാൾക്ക് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേക റാഹത്തുണ്ടാവുന്നത്. ആരും ബേജാറാണ്ട. നമുക്കല്ല ബേജാർ, അയൽവാസികൾക്ക് കാണാൻ ചിലപ്പോൾ വലിയ ബേജാർ. മൂന്നാമത്തെ കുട്ടി പെൺകുട്ടി ആയാലും ചിലപ്പോൾ അയൽവാസി നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കും.
നമുക്കെന്തോ കാലൊക്കെ മുറിഞ്ഞു പോയ പോലെ കരോല് പറയാം. സാരല്ല, ഓരോ വിധിയാണ്. എന്ത് വിധി? നമുക്ക് പ്രയാസമല്ല, അവർക്കാണ് പ്രയാസം. സുഹൃത്തുക്കൾക്കേക്കാരം വലിയ പ്രയാസം. 4ാമത്തെ പെൺകുട്ടിയാ, ക്ഷമിക്കടാ, പടച്ചോൻ തരുന്നൊക്കെ വാങ്ങല്ല, അപ്പൊ എന്താ ചെയ്യാം? ഇവിടെ എന്തേലും സംഭവിച്ചു? ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വരാൻ പാടില്ല. ഒരിക്കലും വരാൻ പാടില്ല. ചിലർക്കത് വല്ലാതുണ്ട്, ഉണ്ടാകാൻ പാടില്ല. ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും. പുറത്ത് വലിയ വർക്കത്താന്നൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേജാറ്, സംഗതി അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് വർക്കത്തോണ്ട് ആകെ ഇടങ്ങാറാവുമെന്നുള്ള ഉണ്ടാവരുത്. നമ്മൾ രോഗിയായി കിടന്ന ആദ്യം ഓടി വരാൻ മകളെ ഉണ്ടാവുള്ളൂ. എല്ലാ പെൺമക്കളും അങ്ങനെയാണെന്നല്ല. ഏറെക്കുറെ ആൺകുട്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമ്മോട് ദയയും അനുകമ്പയും പെൺകുട്ടികൾക്കായിരിക്കും. അതിന്റെ സ്വഭാവമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്ന് പ്രസവിച്ചാൽ പിന്നെ ഉമ്മാനോട് ഭയങ്കര സ്നേഹവും. പ്രസവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എന്റെ ഉമ്മയും ഒരുപാട് പ്രയാസപ്പെട്ടല്ലോ. അതാണ് ഉമ്മാരുടെ കാര്യത്തിലൊക്കെ പെൺകുട്ടികൾക്ക് കുറച്ച് ജാഗ്രത കൂടുതൽ. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല. ഉമ്മ സുഖല്ല എന്ന് പറഞ്ഞാലും ഇവളപ്പോ വീഗാലാൻഡ് പോവുകയാണെങ്കിൽ ഓളങ്ങോട്ട് പോവുകന്നെ ചെയ്യും. ഉമ്മാക്ക് ഇപ്പോൾ തന്നെ സുഖമില്ലാതാകണോ എന്നായിരിക്കും അവരുടെ നിലപാട്. അങ്ങനെയുള്ളവരുണ്ട്. ഏതായിരുന്നാലും നോക്കൂ, അള്ളാഹു പറയാണ്, നാളെ പരലോകത്ത് വെച്ച് കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, എന്ത് തെറ്റിനാണ് മോളെ നീ കൊല്ലപ്പെട്ടത്? ഒരു തെറ്റുമില്ല. അതോടുകൂടെ കൊന്ന വാപ്പ അവിടെ കുടുങ്ങാണ്. പിന്നീട് അള്ളാഹു പറയുന്നത്, വൈദ സുഹഫു നുശിറത്, ഏടുകൾ കർമ്മരേഖകൾ നിവർത്തപ്പെടുകയും ചെയ്താൽ. ഏടുകൾ നിവർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കിതാബുണ്ട്, ഖുർആനല്ല ഉദ്ദേശം. നമ്മൾ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥം നമ്മുടെ കൈവശം വരും. കർമ്മരേഖ കയ്യിൽ വരും. അത് തുറക്കപ്പെടുമ്പോൾ അതിലുണ്ടാവും. അപ്പൊ നമ്മൾ പറയും, പടച്ചോൻ ഇതിലൊന്നും ഒഴിവായിട്ടില്ലല്ലോ. എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. എല്ലാ കാര്യങ്ങളും. എന്താ കാരണം? എല്ലാം കൃത്യമായി അറിഞ്ഞവനാണിത് സംവിധാനിച്ചത്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ മറച്ചു വെച്ചതും അവൻ അറിയുന്നവനാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ മുന്നിൽ റിക്കാർഡ് വരികയാണ്, കർമ്മരേഖ വരികയാണ്, കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന പോലെ. അതാണ് അല്ലാഹു പറയുന്നത്, വഇദ സുഹുഫു നുശിറത്, ഏടുകൾ നിവർത്തപ്പെടുകയും ചെയ്താൽ, വഇദ സമാഉ കുശിതത്, പിന്നീട് അല്ലാഹു പറയുന്നു, ആകാശത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുകയും ചെയ്താൽ. ഏഴാകാശങ്ങൾ ഭീമാകാരമായ ആകാശങ്ങളിൽ ന്യൂനതയും കാണില്ല. എന്നാൽ ഈ ആകാശത്തെ തകർക്കും അല്ലാഹു. എന്നിട്ട് അല്ലാഹു അവസാനം പറയാണ്, വഇദൽ ജഹീമു സുഇറത്, ജഹീം എന്ന നരകത്തെ കത്തി ആളിക്കപ്പെടുകയും ചെയ്താൽ. നരകത്തെ കത്തി ആളിക്കപ്പെടുകയും ചെയ്താൽ, നരകം എന്ന് പറയുമ്പോൾ കത്തി ആളിക്കപ്പെടുന്ന രൂപത്തിൽ നമുക്ക് കാണിക്കപ്പെടും. എത്ര ഭീകരമായിരിക്കും. ഒരു പെട്രോൾ പമ്പിന് തീ പിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഓടൂലേ പരിസരവാസികൾ മുഴുവനും? ഒരു ടാങ്കർ ലോറിക്ക് തീ പിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. 40-ലധികം ആളുകൾ വെന്തുമരിച്ച പൂക്കിപ്പറമ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരാ ദുരന്തമാണ്. പ്രണവം ബസ് മറിഞ്ഞ് കത്തിയരങ്ങാണ്. ആ തീയിന്റെ തീവ്രത എത്രയായിരുന്നു? കോഴിക്കോട് മിഠായി തെരുവിലെ തീപിടുത്തം ആലോചിച്ച് നോക്കൂ. എത്ര മണിക്കൂറുകൾ എടുത്തു അതൊന്ന് അണച്ചു കളയാൻ? എത്ര ഫയർ എഞ്ചിനുകൾ വന്നു? എന്തേ മണിക്കൂറുകൾ ഒരുപാടായിട്ടും ഫലം കാണാതെ നിന്നത്? ഫലം കാണാതിരിക്കാനുള്ള കാരണം അഗ്നിയുടെ തീവ്രതയാണ്. ഇത് ദുന്യാവിലെ തീ, ചെറിയ തീയാണത്. അതിന്റെ 70 ഇരട്ടി തീവ്രത കൂട്ടി നോക്കൂ. അതാണ് നരകത്തിലെ തീ, കത്തിയാളിക്കപ്പെടുന്ന നരകം. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ട. ആഴത്തിൽ ചിന്തിക്കണം സഹോദര. ചിന്തിച്ചാൽ കണ്ണീര് മുറിഞ്ഞു വീഴും. കണ്ണീര് മുറിഞ്ഞു വീഴണം. ഖദറിന്റെ രാവിലെ മലക്കുകൾ നമ്മുടെ അരികിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് ഖദറിന്റെ രാവിൽ മലക്കുകൾ നമ്മുടെ അരികിലേക്ക് വരും. വന്നിട്ട് നമ്മളോട് സലാം പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറയും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നതിന്റെ വ്യാഖ്യാനം അതാണ്. പക്ഷെ ആ സലാം പറയാന് ഒരു ഡിമാൻഡ് ഉണ്ട്. സലാം പറഞ്ഞതിന് ഒരു അടയാളമുണ്ട്. എന്നോട് നിങ്ങളോടൊക്കെ മലക്ക് സലാം പറഞ്ഞോ ഇല്ലേ എന്ന് അറിയാനൊരു അടയാളമുണ്ട്. എന്താ? നമ്മുടെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഖദറിന്റെ രാവിൽ
അള്ളാഹുവിനെ ഓർത്ത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വന്നാൽ അത് മലക്കുകൾ സലാം പറഞ്ഞതിന്റെ അടയാളമാണെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കരഞ്ഞാലൊക്കെ സലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കരുത്. മലക്കാൾ സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുന്നുള്ള കാര്യം ഉറപ്പാണ്. മനസ്സിലായില്ലേ? മലക്കുകൾ സലാം പറയും. വീട്ടിലേക്കും കപ്പലിലേക്കും വാഹനങ്ങളിലേക്കൊക്കെ കയറും അത്രയും മലക്കാൾ. ഞാൻ പറയാം ശേഷം. അങ്ങനെ മലക്കാൾ വന്ന് ജിബ്രീൽ എന്ന മലക്ക് മുസാഫഹത്ത് ചെയ്യും അത്ര, നമ്മളെ കൈ പിടിക്കുന്ന, നമ്മൾ കാണാത്തതുകൊണ്ടാണ്. ആ കൈ പിടിച്ചു എന്നുള്ളതിന്റെ രേഖയാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് മുറിഞ്ഞു വീഴുന്നതെന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ അന്ന് പടച്ചോനെ പേടിച്ചിട്ട് നമ്മൾ കരഞ്ഞാല് അത് നല്ല അടയാളം. ഇതോർക്കണം സഹോദര. അതിനാണ് ഞാനത് പറഞ്ഞത്. വൈദൽ ജഹീമു സുഇറത്, വൈദൽ ജഹീമു സുഇറത്, ജഹീം എന്ന നരകം അത് കത്തി ആടിക്കപ്പെടുകയും ചെയ്താൽ 70,000 കടിഞ്ഞാനുണ്ടാവും നരകത്തിന്. ഓരോ കടിഞ്ഞാണ് പിടിക്കാനും 70,000 മലക്കുകൾ ഉണ്ടാവും. അങ്ങനെ അത് വലിച്ചു കൊണ്ടുവരപ്പെടുമെന്നാണ്. വലിച്ചു കൊണ്ടുവരപ്പെടും. അത് വല്ലാത്തൊരു ഭീകര രംഗാവും. ഈ നരകത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലുണ്ട്. അതിലെ അമ്മ സൂറത്തിലും അൽഹാക്ക സൂറത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ കാരണം ചിന്തിച്ച് ഭയപ്പെട്ട് അള്ളാന്റെ തിരുദൂതർക്ക് താടിയിലെ രോമങ്ങൾ, മുടിയിലെ രോമങ്ങൾ പോലും നരച്ചുപോയി എന്നാണ്. നബിയെ നരച്ചല്ലോ, റസൂലേ അങ്ങയുടെ മുടിയിൽ നര വന്നല്ലോ എന്ന് ചോദിച്ചപ്പോ പുണ്യനബി പറഞ്ഞത് അൽഹാക്ക സൂറത്തും അതുപോലെ അമ്മ സൂറത്തൊക്കെ ഇറങ്ങിയില്ലേ, എങ്ങനെ നരക്കാതിരിക്കാൻ? ടെൻഷൻ. ആരാപ്പത്? സ്വർഗത്ത് കിടക്കുമില്ല, തർക്കമില്ല. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വസീല നബിക്ക. ആ നബിയാണ് പേടിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര പേടിക്കണം? എന്തായിരുന്നാലും നോക്കൂ, നാളെ പരലോകത്ത് കത്തിക്കപ്പെടുന്ന നരകത്തെ നമ്മൾ കാണും. വഇദൽ ജന്നത്തു ഉസ്ലിഫത്, വഇദൽ ജന്നത്തു ഉസ്ലിഫത്. അല്ലാഹു പറയുന്നു സ്വർഗത്തെ അടുപ്പിക്കപ്പെടുകയും ചെയ്താൽ, അവ സ്വർഗവും നരകമൊക്കെ ഇപ്പൊ പടക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അതിങ്ങനെ നമ്മളിലേക്ക് അടുപ്പിക്കപ്പെടും. ലോകമാണ് സ്വർഗം. ഒരുപാട് വിശാലത ഉണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ജിന്നുകളെയും സ്വർഗത്തിൽ അല്ലാഹു കടത്തിയാൽ പോലും സ്വർഗത്തിന്റെ 100ൽ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവും. എല്ലാരെയും കടത്തൂല. ഞാൻ സങ്കല്പിക്കാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും സ്വർഗത്തിൽ കടത്തിയാലും സ്വർഗത്തിന്റെ 100ൽ ഒരു ഭാഗത്തേക്ക് തെളിയുന്ന അത്രക്കും വിശാലമാണ് സ്വർഗം. അത്രക്കും വിശാലമാണ്. അത്രക്കും വിശാലമായ ആ സ്വർഗം നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ സ്വർഗത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞിടത്തൊക്കെ ഒരാൾക്കെന്നെ 2 സ്വർഗത്തോപ്പുണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കരുതും, അങ്ങനെ ആവുമ്പോ ഇപ്പൊ എത്ര വേണ്ടിവരും, ഒരുപാട് വേണ്ടിവരുമല്ലോ എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമല്ല. അള്ളാഹു താല അതിനൊക്കെ കഴിവുള്ള ആളാണ്. അള്ളാഹു അതിനൊക്കെ കഴിവുള്ള ആളാണ്. അള്ളാഹുവിനിക്ക് ഇഷ്ടം പോലെ നമുക്ക് തരാൻ സാധിക്കും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെ പറയത്രേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. അതിനു മുമ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, وسيق الذين اتقوا ربهم إلى الجنة زمرا. തഖ്വയുള്ള ആളുകളെ അവരുടെ രക്ഷിതാവ് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അല്ലാഹു പറയാൻ, വസീഖല്ലദീന തഖൗ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ച ആളുകൾ അവർ തെളിക്കപ്പെടും, അവർ ആനയിക്കപ്പെടും. ഇലൽ ജന്നത്തി സുമറാ, അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കൂ. വിചാരണയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഈ സ്വർഗപ്രവേശനം കൊടുക്കാണ്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. അവർ ആ സ്വർഗത്തിന്റെ അരികിലെത്തുമ്പോ അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മുട്ടി വിളിക്കേണ്ട ആവശ്യമില്ല. കോളിംഗ് ബെല്ലടിച്ചിട്ട് എന്താ തുറക്കാത്ത ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യമില്ല. കേറി മറിയേണ്ട ആവശ്യമില്ല. ഇന്നെന്റെ ഉള്ളിലെത്താൻ 8 കവാടങ്ങളും തുറക്കപ്പെട്ടിരിക്കും. മാത്രമല്ല, വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തുബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മാത്രമല്ല, അതിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ അവരോട് പറയും, നിങ്ങൾക്ക് സലാം, ഇവിടെ പ്രവേശിച്ചോളൂ, നിങ്ങൾ ശാശ്വതനാണ് ഈ സ്വർഗത്തില്. ഇനിയാണ് നമ്മളെ വിഷയം. വഖാലുൽ ഹംദുലില്ലാഹ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ സത്യവിശ്വാസികൾ സന്തോഷാധിക്യത്താൽ പറയും, വഖാലുൽ ഹംദുലില്ലാഹ്. അവർ പറയും, അൽഹംദുലില്ലാഹ്, സർവസ്തോത്രങ്ങളും അല്ലാഹുവിനിക്കാണ്, അല്ലാഹുവിനെ സ്തുതിക്കാണ് അവർ.
അല്ലദീ സദഖനാ വഅദ, നമ്മോട് വാഗ്ദത്തം ചെയ്തതിനെ സാക്ഷാത്കരിച്ച അല്ലാഹ്ക്ക് സർവസ്തോത്രങ്ങളും. വഔറസനൽ അർള, ഈ സ്വർഗഭൂമിയെ നമുക്ക് അനന്തരമായി നൽകി. ആ പ്രയോഗം നോക്കി, വഔറസനൽ അർള, ഈ സ്വർഗഭൂമിയെ നമുക്ക് അനന്തരമായി നൽകി. നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, നാം ഉദ്ദേശിക്കുന്നത് പോലെ ഈ സ്വർഗത്തിൽ നമ്മൾ നിവസിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്നത് പോലെ ഒരുപാട് ഏരിയ ഉണ്ട് സ്വർഗം. ഫനിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലം എത്ര നല്ലതാണ്. അല്ലാഹു സുമർ സൂറത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വർഗം അടുപ്പിക്കപ്പെടുമെന്നാണ്. എന്നിട്ട് അല്ലാഹു ലാസ്റ്റ് പറയുന്നത് അലിമത് നഫ്സും മാ അഹ്ളറത്, അന്ന് ഓരോരുത്തരും ഒരുക്കി വെച്ചതിനെ പറ്റി ഓരോരുത്തരും അറിയുന്നതാണ്. ഓരോരുത്തരും എന്തൊക്കെ തയ്യാറാക്കി എന്നതിനെപ്പറ്റി ഓരോരുത്തരും അറിയും. എല്ലാവരും അറിയും. നാളെ പരലോകത്തെത്തുമ്പോൾ ഓരോരുത്തരും എന്തൊക്കെ തയ്യാറാക്കി. ഗൾഫിൽ നിന്ന് വരുന്ന ഒരാള് ഒരു 4 പെട്ടിയുമായിട്ട് വരുമ്പോ കാണുന്ന ആളുകൾ ചിലപ്പോൾ വലിയ പെട്ടിയായിരിക്കും. അയാൾക്കറിയാം എന്തൊക്കെയാ പെട്ടിയിലുള്ളത്. അത് ചിലപ്പോൾ നിർത്തിപ്പോരാണെങ്കിൽ പഴയ ഡ്രസ്സൊക്കെ ആയിരിക്കും. കുട്ടികളിങ്ങനെ വാട്ടം പിടിക്കും അതിന്. നീ വൈകുന്നേരം ആയി കിട്ടണം ഒന്ന് പൊളിക്കാൻ, വാതിലൊക്കെ അടച്ചിട്ട്. പൊളിക്കുമ്പോഴേക്ക് ആകെ സസ്പെൻസിലായിരിക്കും. പൊളിക്കുമ്പോൾ ചിലപ്പോ ഗൾഫിൽ നിന്ന് വന്ന ആൾ അപ്പുറത്തെ റൂമിൽ ഒളിച്ചിട്ടുണ്ടാവും. അയാൾക്കറിയാം അതിലെന്താ ഉള്ളത്, ഇത് കച്ചറയാൻ പോവാണെന്നുള്ള അയാൾക്കറിയാം. സഹോദരൻ, നാളെ വരുമ്പോ ഓരോരുത്തരും അറിയും ഓരോരുത്തരുടെയും ഖദർ എത്രമാത്രം ചെയ്തു. ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ സമയത്തോട് യോജിച്ചു വന്നിട്ടുണ്ട്. അതായത് നാളെ മഹ്ശറയിൽ വരുമ്പോ ഓരോരുത്തരും തയ്യാറാക്കി എന്ന് പറയല്ലോ, അവർ അമലുകളാണ്. ഏറ്റവും കൂടുതൽ അമലുകൾ ആർക്കാണ്? അവര് ഉയർന്ന കാറ്റഗറിയിൽ പെടും. ഏറ്റവും കൂടുതൽ അമല് ചെയ്യാണെങ്കിൽ കൂടുതൽ അമല് ചെയ്യാനുള്ള അവസരം കിട്ടണം. അതിന് വയസ്സ് വേണം, ആയുസ് വേണം. സഹോദര, ചരിത്രത്തിലെ ഏറ്റവും ആയുസ് കുറഞ്ഞവർ ഈ ഉമ്മത്ത. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തത് 63 വയസ്സ്. അതേസമയം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് 1050. നബിയേക്കാൾ ഏകദേശം 1000 വയസ്സ് കൂടുതലാണ്. 1050 കൊല്ലം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാം, എന്നാൽ വെറും 63 കൊല്ലം ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് വയസ്സ് വളരെ കമ്മിയാണ്. 400 കൊല്ലം 300 കൊല്ലമൊക്കെ ജീവിച്ചവർ കഴിഞ്ഞുപോയി. അപ്പൊ അവർക്ക് കൂടുതൽ അമലുണ്ടാവും. ജീവിച്ചവർക്കൊക്കെ അമലുണ്ട് എന്നല്ല, അതിലെ സത്യവിശ്വാസികൾക്ക് കൂടുതൽ അമൽ ചെയ്യാൻ അവസരം കിട്ടി. ഈ ഉമ്മത്തോ അഹ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. അങ്ങനെയുള്ളോ അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അപ്പൊ 60ന്റെയും 70ന്റെയും ഇടയിലാവുമ്പോ എങ്ങനെയാണ്? 60ന്റെയും 70ന്റെയും ഇടയിലാവുമ്പോ എത്ര കുറഞ്ഞ കാലാണ്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ഒരിക്കൽ വിവരം കിട്ടി. ഇസ്രായേലികൾ 4 പേര് 80 കൊല്ലം ഇടതടവില്ലാതെ അള്ളാഹ്ക്ക് ആരാധിച്ചു. ഒരു ശ്വാസം പോലും ഒരു വെറുതെ കളഞ്ഞില്ല. 80 കൊല്ലം 80 കൊല്ലക്കാലം. അപ്പോ അത്ര വയസ്സാവൂലല്ലോ, കാരണം പ്രസവിച്ച ഉടനെ തന്നെ ഇബാദത്ത് തുടങ്ങൂല. അപ്പൊ 80 കൊല്ലം ഇടതടവില്ലാതെ അള്ളാഹ്ക്ക് ആരാധിച്ച വിവരം നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി അള്ളാഹിനോട് ദുആയിരുന്നു, പടച്ചോനെ, എന്റെ ഉമ്മത്തിന് വയസ്സ് കുറവാണ്, അത് അവരുടെ കുറ്റമല്ല. നാളെ പരലോകത്ത് വരുമ്പോ എന്റെ ഉമ്മത്ത് വളരെ ബാക്കിലാകുമല്ലോ. ഇതാ നബിയുടെ വിഷമം. നബിന്റെ ഒരു സ്നേഹം നോക്കി, ഉമ്മത്തിനാ സ്നേഹമല്ലല്ലോ. നബിക്കെപ്പോഴും ഉമ്മത്താണ് മനസ്സിൽ, എല്ലാ ഘട്ടത്തിലും, മരണവേളയിൽ പോലും. മിഅ്റാജിന്റെ യാത്രയിൽ, ആ യാത്രയിലും ഉമ്മത്തിന്റെ കാര്യമാണ്. മരണവേളയിലും ഉമ്മത്തിന്റെ കാര്യം. എല്ലാ സമയവും തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു. എന്തുകൊണ്ട്? അതാണ് റസൂലിന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹം. എന്റെ ഉമ്മത്തിന് വയസ്സ് കുറവായതുകൊണ്ട് അമലുകൾ കുറയും. 80 കൊല്ലം ദീർഘമായി ആരാധിച്ചവർ, എന്നാൽ നമ്മുടെ ശരാശരി പ്രായം 70. പിന്നെങ്ങനെ 80 കൊല്ലം ആരാധിക്കാം? എങ്ങനെ ആരാധിക്കും? ശരാശരി പ്രായട്ടോ. അപ്പൊ ഇറ്റലിയിലെ ഒരു പെണ്ണിന് 115 വയസ്സാണ്. 115. എന്നാ അങ്ങനെ കൂട്ടി നമ്മള് 115 വയസ്സ് നമുക്ക് കിട്ടിയാൽ പോലും ഒരു 80 കൊല്ലം ആരാധിക്കാനുള്ള വകുപ്പുണ്ടോ? ഇല്ല. 15 കൊല്ലം കുട്ടിപ്രായമായിട്ട് പോകും. ബാക്കി 100 കൊല്ലം. ആ 100 കൊല്ലത്തിൽ മൊത്തം ഉറക്കൊന്ന് കൂട്ടി നോക്കും, എത്ര ഉണ്ടാവും? 40 കൊല്ലം എന്തായാലും ഉണ്ടാവും ഉറക്കേക്കാരം, അല്ലേ? പിന്നെ അത്തഹിയ്യാത്തിൽ ഉറങ്ങുന്നവരുടെ കൂട്ടുകയാണെങ്കിൽ അതിലേറുണ്ടാവും.
എല്ലാ നിസ്കാരത്തിലും അത്തഹിയ്യാത്തിൽ ഉറങ്ങുന്നവരുണ്ട്. ജുമഅക്ക് വന്നത് മുതൽ ലാസ്റ്റ് വരെ ഉറങ്ങും. ഒരു ഖുതുബയും കേട്ടിട്ടുണ്ടാവില്ല. ഇടയ്ക്കൊരു അയ്യുവന്നാസൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോയി, തിരിഞ്ഞിട്ടില്ല, ഉറങ്ങുകയാണ്. ബസ്സിൽ നിന്നുറങ്ങുന്നവരുണ്ട്, ഇരുന്നുറങ്ങുന്നവരുടെ പിന്നെ പറയണ്ട, യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് ചില ആൾക്കാർ ഉറങ്ങുക. പരിസരത്തുള്ളൊക്കെ മറക്കും. അടുത്തിരിക്കുന്നവന്റെ കൈ ഓന്റെ പുറത്തേക്കാണ് വെക്കും, തലയാണ് വെക്കും. അവസാനം ഇപ്പം ഗത്യന്തരം ഇല്ലാതെ ഇയാളെ ഉണർത്തിയിട്ട് ബസ്സിന്റെ മുകളിൽ എഴുതി വെച്ച് കാണിച്ചു കൊടുക്കും. ആ ഡ്രൈവറെ സീറ്റിന്റെ ബാക്കിൽ കയ്യും തലയും പുറത്തിടരുത്, ബസ്സിന്റെ പുറത്തേക്കിടരുതെന്നാണ് അതിന്റെ മായന. പക്ഷെ ഇയാൾ തൽക്കാലം സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മായന ഇങ്ങനെ വെച്ചത്, ഇന്റെ പുറത്ത് നിൽക്കുക എന്നുള്ള രൂപത്തിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ക്ഷീണം ഉണ്ടാവും, ചിലപ്പോ വർക്ക് വരും എന്ന് കരുതി അടുത്ത ആരൊക്കെ ഇരിക്കുന്നത് അവർ ശപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ സഹിച്ചാൽ മതി, സ്റ്റോപ്പിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുള്ളൂ. ഉണരുമ്പോ ഇറങ്ങിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരത് കണക്കൂട്ടിയാൽ മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ 80 കൊല്ലം ഉറക്കും, 20 കൊല്ലം ഉണർവ് പോയിക്കാർ ആകെ കിട്ടുക. ആ ഉണർവിൽ കല്യാണവും സൽക്കാരവും പിന്നെ പ്രസവത്തിന് കൊണ്ടുപോകലും കൂട്ടിക്കൊണ്ടുപോകലും മുട്ടായി കൊടുക്കാൻ പോകലും അതൊക്കെ എത്ര ഉപജീവന മാർഗം തേടി പോകൽ, അങ്ങനെ ഒച്ചപ്പാടും ബഹളും, അങ്ങനെ അന്തം വിട്ട് നിൽക്കൽ, അങ്ങനെ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഇബാദത്തിന് എത്ര കുറഞ്ഞ സമയമുള്ളത്. അപ്പൊ എങ്ങനെ കുത്തിമറിഞ്ഞാലും ഈ ഉമ്മത്ത് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തിനോട് എത്തൂല. കാരണം അവർക്ക് അമല് കൂടുതലുണ്ട്, കാരണം അവർക്ക് ആയുസ് കൂടുതൽ കിട്ടി, നമുക്ക് ആയുസ് വളരെ കമ്മിയാണ്. ഈ സമയത്താണ് സഹോദര അല്ലാഹു നബിയെ സമാധാനിപ്പിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ഇവിടെ നോക്കൂ, കൃത്യമായിട്ട് അല്ലാഹു നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹം. ഇത് നമുക്ക് മാത്രമുള്ളതാണ്. ഇന്നല്ലാഹ വഹബ ലി ഉമ്മത്തി ലൈലത്തുൽ ഖദ്ർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു എന്റെ ഉമ്മത്തിന് ലൈലത്തുൽ ഖദ്റിനെ ഔദാര്യമായി നൽകി. മുമ്പൊരു നബിക്കും ഒരു ഉമ്മത്തിനും കൊടുത്തിട്ടില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ഖദ്റിന്റെ രാവ് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതിങ്ങനെ ഒഴുക്കമട്ടിൽ പറഞ്ഞു പോണ്ടല്ല. ഈസാ നബി മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഉമ്മത്തിന്, പ്രവാചകന്മാർക്കും സമുദായത്തിനും 83 കൊല്ലവും 4 മാസവും ഇബാദത്ത് ചെയ്ത പ്രതിഫലം നാളെ മഹ്ശറിൽ വരുമ്പോൾ അവരുടെ കർമ്മരേഖയിൽ കാണണമെങ്കിൽ അത്ര കാലം അവർ ജീവിക്കും. 3 വർഷവും 4 മാസവും, അതാണ് 1000 മാസം. അത്ര നീണ്ട കാലം ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കാൻ അത്ര കാലം ജീവിക്കേണ്ടതില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് അത് വാരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ. അങ്ങനെയാണെങ്കിൽ 70 കൊല്ലം ജീവിച്ച ഈ ഉമ്മത്തിലൊരു സത്യവിശ്വാസി തന്റെ പ്രായപൂർത്തിയായതിനു ശേഷം 55 കൊല്ലം, 55 റമദാന്, 55 ലൈലത്തുൽ ഖദ്ർ ഉപദേശിച്ചു. എന്നാൽ 4000-ലധികം കൊല്ലം ജീവിച്ച് അമൽ ചെയ്ത പ്രതിഫലവുമായിട്ടാണ് നാളെ മഹ്ശറിൽ വരിക. അലിമത്ത് നഫ്സും മാ അഹ്ളറത്. അപ്പൊ അവനെ കവർ ചെയ്യാൻ ഒരു ഉമ്മത്തിന് കഴിയൂല. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്ത. ഇന്നിപ്പോ നോമ്പെത്രേ? ഇന്നിപ്പോ എത്രാമത്തെ നോമ്പ? 22. ഇന്ന് സഹോദര 22ാമത്തെ നോമ്പ്. ഇന്ന് 22ാമത്തെ നോമ്പാകുമ്പോ ഇന്ന് സൂര്യൻ അസ്തമിക്കലോടുകൂടെ 23ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 23. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നത് ലൈലത്തുൽ ഖദ്റിന് ഏറ്റവും കൂടുതൽ സാധ്യത 21-നോ 23-നോ ആണ്. മനസ്സിലായിക്കൊള്ളി വിഷയം. ഖദ്റിന്റെ രാവിന് ഏറ്റവും കൂടുതൽ സാധ്യത 21-നോ 23-നോ ആണ്. മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റിന് നല്ല സാധ്യത ഉണ്ട്. ഇന്ന് മഗ്രിബോടുകൂടെ ആരംഭിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹദീസിലുണ്ട്, ഖദ്റിന്റെ രാവിൽ ഇശാ നിസ്കാരം ഒരാൾ ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ, ഇശാ നിസ്കാരം ഖദ്റിന്റെ രാവിൽ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്റിന്റെ വലിയ വിഹിതം അവൻ സ്വായത്തമാക്കി. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖദ്റിന്റെ രാവിലെ ഇശാ നിസ്കാരം ഒരാള് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്റിന്റെ വലിയൊരു വിഹിതം അവൻ ഉറപ്പായി എന്നാണ്. നമുക്ക് നഷ്ടപ്പെടും. 26-നല്ല സാധ്യത ഉണ്ട്. അന്ന്
പല ആൾക്കാരും പള്ളിയിൽ കുറച്ച് നേരം വൈകിട്ടാ വരിക, അന്ന് കുറെ നേരം വൈകിട്ടാ പോവുക. ഇല്ല, ദീർഘവീക്ഷണേക്കാരം. ഏതുപോലെ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നാളെ നല്ലോണം ശ്രദ്ധിക്കണം. നാളെ നല്ല ചെരുപ്പ് കക്കാൻ തീരുമാനിച്ച കുറെ ആൾക്കാരുണ്ടാവും. തുണികുപ്പ എടുത്തു, ചെരുപ്പ് പള്ളിക്ക് നിൽക്കാന്നുള്ള തീരുമാനമാണ്. ഒരു പേടിയില്ല, ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ലേ മുതലാക്കാണ്. 27 രാവിലെ ചില ആൾക്കാർ വരുമ്പോഴേക്ക് ഇഷസ്കാരം കഴിഞ്ഞിട്ട് എന്തേ നേരം വൈകി, നെയ്യപ്പൊക്കെ ചുട്ട് വാങ്ങാനേ നേരം വൈകി. ഇഷ പോയി. ഇഷ ഇങ്ങോട്ട് ഏതെങ്കിലും മൂലക്ക് നേരം ഒറ്റക്കാണ് നിസ്കരിച്ചു. വലിയൊരു വിഹിതം നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ചോളൂ സഹോദര, ഇന്നത്തെ രാത്രി വളരെയധികം സാധ്യതയുണ്ട്. 27 ഉറപ്പിക്കണ്ട. ഇന്ന് ഖദറിന്റെ രാവിലെ നല്ല സാധ്യതയുള്ള ദിവസമാണ്. ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. 300-ൽ പരം സ്വഹാബിമാരുമായി കാര്യങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടിയ താബിഈകളിൽ പ്രധാനിയായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, റമളാൻ 17ന്റെ രാവിനാണ് ലൈലത്തുൽ ഖദർ, ബദറിന്റെ രാവ്. ഹക്കും ബാത്തിലും തമ്മിൽ ഏറ്റുമുട്ടിയ അന്നാണ്. സത്യവും അസത്യവും വേർതിരിച്ചു. ശത്രുക്കളിലെ മഹാതോക്കുകൾ തകർന്നു, സത്യം വിജയിച്ചു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അതുപോലെ ഉമയ്യത്തുബ്നു ഖലഫ് അടക്കം തകർന്നു. ആ മഹാസംഭവത്തിന്റെ രാവാണ് ലൈലത്തുൽ ഖദർ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ വീക്ഷണപ്രകാരം 19ാം രാവിനാണ് കഴിഞ്ഞു. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം 21ാം രാവിനാണ്. ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നത് 21നോ 23നോ ആണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം 24നാണ്, ഇരട്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുതലായി ഒരു വലിയ സംഘം സ്വഹാബിമാരും തഹാബികളൊക്കെ പറയുന്നത് 27ാം രാവിനാണ്. അതാണ് ബലപ്പെട്ട അഭിപ്രായം. കൂടുതൽ ശക്തി അതിനാണ് 27. എന്തുകൊണ്ട്? 7 വലിയ മഹത്വമുണ്ട്. ആകാശം 7 ഭൂമിയും 7 വിശുദ്ധ കഅബയുടെ തവാഫ് 7 ചുറ്റലാണ്. സുജൂദിൽ നമ്മൾ അവയവങ്ങൾ വെക്കുന്നത് 7 7 വലിയ ഇതുണ്ട്. ഹജ്ജ് എന്ന കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജംറകൾ എറിയുന്നത്. അത് 7. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. 7 ആകാശവും 7 ഭൂമിയും. ഭൂമിയുടെ മധ്യത്തിൽ കിടക്കുന്ന പരിശുദ്ധ കഅബാലയം ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തവാഫ് ചെയ്യുന്ന ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രം, എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഖിബില. ആകാശവീക്ഷണം നടത്തിയ എല്ലായിടത്തും തവാഫ് എടുക്കാൻ തോന്നിപ്പോ എല്ലാവരും തിരിയുന്നത്, നിസ്കാരം എല്ലാ സമയത്തും നടക്കുന്നുണ്ട്, തിരിയുന്നൊക്കെ കഅബയിലേക്ക്. എല്ലാവരും തിരിഞ്ഞേ കഅബയിലേക്ക്. ആ കഅബാലയത്തിലെ തവാഫ് ചെയ്യൽ വലിയൊരു ഇബാദത്ത്. ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ 7 ചുറ്റൽ. 7. നമ്മുടെ 2 കാൽപാദങ്ങൾ, 2 മുട്ടുകൾ, 2 കൈകൾ, നെറ്റി 7 സുജൂദിൽ വെക്കേണ്ടത്. അവസാനത്തെ 10 7 എന്ന് പറയുമ്പോൾ അത് 27ലാണ് വരിക. അതുകൊണ്ട് 27ാം രാവിനാണ് ഖദറിന്റെ കൂടുതൽ സാധ്യത. അല്ലാഹു തആല ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ളത് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആ സൂറത്തിൽ എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. സൂറത്തുൽ ഖദറിൽ 30 വാക്കുകളുണ്ട്. 27ാമത്തെ വാക്ക് ഹിയ, സലാമുൻ ഹിയ. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ആക്കിയതെന്നാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖദറിന്റെ രാവിൽ നാം ഖുർആനിനെ ഇറക്കി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാവ് എന്താണെന്ന് അറിവ് ലഭിച്ചതെന്ത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഖദറിന്റെ രാവ് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായതാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അന്ന് മലക്കുകൾ ഇറങ്ങി വരും, റൂഹും ഇറങ്ങി വരും. എല്ലാ വിഷയത്തിലും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്നിട്ടല്ല പറയുന്നത് സലാമുൻ ഹിയ. ആ ലൈലത്തുൽ ഖദ്ർ സലാമാകുന്നു. സലാമുൻ ഹിയ, സലാമുൻ രക്ഷയാണ്. ഹിയ ആ ലൈലത്തുൽ ഖദ്ർ. അത് 27ാമത്തെ വാക്കാണ്. ഹത്ത 28, മത്ല 29, ഫജ്ർ 30. 27ാമിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയിക്കാനാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരമുണ്ട്? ലൈലത്തുൽ ഖദ്ർ എന്നുള്ളിൽ എത്ര അക്ഷരം ഉണ്ടാവും? 9. 3 9 എത്ര? 27.
27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് അറിയിക്കാനാണ് സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്നത് 3 പ്രാവശ്യം ആവർത്തിച്ചെന്ന് മഹാന്മാര് പറയുന്നു. എന്തായിരുന്നാലും അതൊരു മഹാസംഭവമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, അന്ന് മലക്കുകൾ ഇറങ്ങി വരും. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇന്നിപ്പോ 23-ാം രാവാണ് വരാൻ പോകുന്നത്. 25-ാം രാവിലെ ഈ കൊല്ലം നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കണം. അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹുവിന്റെ വീക്ഷണപ്രകാരം ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യത റമളാൻ 1 വ്യാഴാഴ്ചയാണെങ്കിൽ ആ വർഷത്തെ ലൈലത്തുൽ ഖദറിന് സാധ്യത 25-ാം രാവിനാണ്. ഈ വർഷം റമളാൻ 1 വ്യാഴാഴ്ച ആയതുകൊണ്ട് ഈ വർഷത്തെ ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യത 25-നാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞത് ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും ഒരേ രാവിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒറ്റയിട്ട രാവിലും ഇരട്ട രാവിലും മാറിക്കൊണ്ടിരിക്കാം. റമളാനിലാണ് എന്നേ ഉറപ്പിക്കാൻ പറ്റുമോ? എന്നും 27 രാവിനാണെന്ന് തന്നെ കരുതണ്ട. അന്ന് പിന്നെ ഇക്കൊല്ലം 27 രാവിനാവൂലെന്ന് നമുക്ക് ഉറപ്പിട്ടിട്ടില്ലല്ലോ. സാധ്യതകൾ മാത്രമാണ്. അത് കൂടുതൽ കൂലി കൂട്ടാനാണത് കൃത്യമായിട്ട് പറഞ്ഞു തരാതിരുന്നത്. മാത്രമല്ല വളവന്മാരെ കഴിച്ചിലാകാനും പാടില്ല. 83 കൊല്ലം ആരാധിച്ച കൂലി ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത് അറിഞ്ഞ എല്ലാവരും അന്നാണ് ഇറങ്ങും. പിറ്റേന്ന് അവനെ ബാറിൽ കാണാം. ഇജൊക്കെ തൊലിച്ച് എന്നാലും ഇജ്ജ് പള്ളിക്കലായിരുന്നല്ലോ പോകാതെ ഇജ്ജെന്ന് ബാറില്ല. അതിനെന്താ എനക്കെന്താ 83 കൊല്ലം ആരാധിച്ച ഇന്നലെ കിട്ടി. ഞാനിപ്പോ ഒറ്റ ലൈലത്തുൽ ഖദർ ഒഴിവാക്കലില്ല എല്ലാ കൊല്ലം. അപ്പൊ ഇതൊക്കെ ഒരു ബാറ് പോക്കൊന്നൊരു പ്രശ്നമില്ല. പിന്നെ ഈ കൂലി ഒക്കെ കൂടി കിട്ടിയെന്താ കാട്ടാന്ന് ചിന്തിക്കേണ്ടവരുണ്ട്. എന്നാൽ അതേ സമയത്ത് സഹോദര സത്യവിശ്വാസികൾ ഈ മത്സരിക്കുന്ന ആളുകൾക്ക് കൂലി കുറവാ തോന്നിപ്പോകും. നമുക്ക് ലൈലത്തുൽ ഖദർ കൃത്യമായിട്ട് പറഞ്ഞു തരാത്തതുകൊണ്ട് സാധ്യതകളുള്ള രാവിലൊക്കെ നമ്മൾ ആരാധിക്കും. അപ്പൊ നമുക്ക് 3 കൂലിയായി. ആരാധിച്ച കൂലിയായി, അതിൽ ലൈലത്തുൽ ഖദർ പെട്ട അതിന്റെ കൂലിയായി, പ്രതീക്ഷിച്ചതിനും കൂലിയായി. ഈ പ്രതീക്ഷിച്ചതിനൊക്കെ കൂലിയുണ്ടല്ലോ. അത് ഇത് മാത്രമല്ല, കുറെ വിഷയങ്ങൾ അങ്ങനെയല്ലേ. നിസ്കാരത്തിൽ സ്വലാത്തുൽ ഉസ്ത കൃത്യമായിട്ട് പറഞ്ഞെന്നില്ല. എല്ലാ നിസ്കാരം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ നിസ്കാരം ശ്രദ്ധിക്കാൻ. മരണം കൃത്യമായിട്ട് പറഞ്ഞെന്നില്ല. എല്ലാ സമയവും ശ്രദ്ധിക്കുക. എപ്പോഴും പോകേണ്ടി വരും. ടിക്കറ്റൊക്കെ റെഡിയാ, ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോവും. ഇതാ കയറിക്കോളി എന്ന് പറയാൻ പറ്റും. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും. ഏതാ പറഞ്ഞെന്നില്ല. പണ്ട് കാലത്തുള്ളവർ ചൂട്ടും കത്തിച്ചു പോയി. കലക്ടറേറ്റിക്കല്ലത്, പ്രകടനത്തിനല്ല, കണ്ണു കാണായിട്ടാണ് ചൂട്ടും കത്തിച്ചു പോയത്. ഏതോ ഒരു സമയമുണ്ട്. ആ സമയം ഏതാ അറിയില്ല. ആ സമയം കൃത്യമായിട്ട് പറഞ്ഞെന്ന് എല്ലാവരും അപ്പൊ ചോദിക്കൂലേ. 12 മണിക്കാണെങ്കിൽ അപ്പൊ വന്നിട്ട് പഠിച്ചോനെ എനിക്ക് ഈമാൻ നൽകണേ, അർജന്റാണ്, ബിസിയാ, പോട്ടോ ഓമ്പോവും. ഈമാൻ കിട്ടിയില്ലേ, ഉത്തരം കിട്ടുന്ന ഉറപ്പാണെങ്കിൽ എന്തിനാ ഇടങ്ങാറാവും? കൊണ്ട റബ്ബെ 25,000 ചോദിക്കേണ്ടവരുണ്ടാവും. A+ ഒക്കെ എല്ലാവർക്കും 30 കളിയേക്കാരം. ജുമലക്കെന്നാണ് ചോദിച്ചു പോകൂല് എല്ലാ വിഷയത്തിലും A+ കിട്ടാൻ. പറഞ്ഞു തന്നില്ല സഹോദര. എന്നതുപോലെയാണ് ലൈലത്തുൽ ഖദർ കൃത്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഖദറിന്റെ രാവിലെ ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ 70,000 മലക്കുകൾ ഒരു സ്പെഷ്യൽ ടീം ഇറങ്ങും. 4 പതാകയുമായിട്ടിറങ്ങും. വിശുദ്ധ കഅബാലയത്തിന്റെ മുകളിലൊരു പതാക, അതുപോലെ പരിശുദ്ധ റൗള ഷരീഫിന്റെ മുകളിലൊരു പതാക. 70,000 മലക്കുകൾ നാട്ടുകയാണ്. പിന്നെ മസ്ജിദുൽ അഖ്സയുടെ മുകളിലൊരു പതാക. സീനാ പർവ്വതത്തില് തീനി സൂറത്തിൽ വത്തൂരി സീനി എന്ന് പറഞ്ഞല്ലോ, സീനായിലെ തൂർ പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു പതാക. ആ പതാക നാട്ടിക്കഴിഞ്ഞാല് അതിന്റെ ശേഷം നമ്മളിപ്പോ റബീഉൽ അവ്വൽ പരിപാടിക്കേണ്ട ഒരു പതാക നാട്ടിൽ പ്രസിഡന്റ് പതാക ഉയർത്തി, അല്ലെങ്കിൽ പള്ളിയിലെ ഖാദി, അത് കഴിഞ്ഞ ഘോഷയാത്ര തുടങ്ങി എന്ന് പറഞ്ഞ പോലെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഈ 4 കേന്ദ്രങ്ങളിൽ ഖദറിന്റെ രാവിൽ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും മനോഹരമായ പതാകകൾ നാട്ടിക്കഴിഞ്ഞാൽ ജിബ്രീൽ എന്ന മലക്കിന്റെ അനുമതി പ്രകാരം പിന്നെ മലക്കുകൾ, കോടിക്കണക്കിന് മലക്കുകൾ അവരോട് പക്ഷം ചേർന്ന്, നബി തങ്ങളുടെ ഹദീസിലുള്ളത് ഓരോ വീട്ടിലും കയറുന്നതാണ്. വീട്ടിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും, നബി പറഞ്ഞ കപ്പലിലൊക്കെ എന്നാണ്. എവിടൊക്കെ മോമിനീങ്ങൾ അവിടൊക്കെ കയറും. അവർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരും സ്വാലിഹീങ്ങളും ആണെങ്കിൽ അവരോട് സലാം പറയും. നബി തങ്ങൾ പറഞ്ഞു, രൂപങ്ങളുള്ള വീട്ടിലേക്ക് കയറില്ല. ഖദറിന്റെ രാവിലെ മലക്കൾ ഒന്നായിട്ട് വരും. ഗേറ്റിങ്ങനെ പോകുന്നത് അവിടെ ഷോക്കേസിൽ കുറെ സാധനങ്ങളുണ്ട്, ശരിയാവില്ല, അവിടെ പോകും, തിരിച്ചു പോകും.
തിരിച്ചു പോകും സഹോദര. മദ്യപാനിയുള്ള വീട്ടിലേക്ക് കയറൂല, ഹദീസിലുണ്ട്. വ്യഭിചാരം ചെയ്യുന്ന ആളുടെ വീട്ടിലേക്ക് കയറൂല, പിണങ്ങി നിൽക്കുന്നവരുടെ വീട്ടിലേക്ക് കയറൂല, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവന്റെ വീട്ടിലേക്ക് കയറൂല. എനിക്കൊന്നും ലൈലത്തുൽ ഖദ്റിലൊരു മഹത്വമില്ല, കുറെ ചൊല്ലി പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം പിണങ്ങി നിൽക്കുന്നവരാണോ മലക്ക് വരില്ല, സലാം പറയില്ല. പന്നിമാംസം ഭക്ഷിക്കുന്നവരുടെ വീട്ടിലേക്ക് കയറൂല, പന്നിമാംസം നമ്മൾ കഴിക്കാറില്ല. കള്ളും വ്യഭിചാരമൊന്നും ഉണ്ടാവില്ല. പിണങ്ങി നിൽക്കല്, രൂപങ്ങളുള്ളത് ഇതൊക്കെ ഉണ്ടാവും. ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാകരുത്. ഫോട്ടോ ഉണ്ടാവും ഈ പത്രത്തിലൊക്കെ, അത് കുഴപ്പമില്ല, തടിയില്ലല്ലേ. ഉരുട്ടുണ്ടാക്കപ്പെട്ടതുണ്ടാകും. തത്തമ്മയുടെയും ആനയുടെയും പുലിയുടെയും ഒട്ടകത്തിന്റെയും കുതിരയുടെയും മൊയലിന്റെയും എല്ലാ ജീവികളും ഉണ്ടാവും. വംശനാശം സംഭവിച്ചൊക്കെ അവന്റെ ഷോക്കേസിലുണ്ടാവും. ഹിപ്പോപ്പൊട്ടാമസ് അടക്കം ഉണ്ടാവും. എന്താ മുതലൊക്കെ നമ്മളിങ്ങനെ ആ വീട്ടിൽ പോയിട്ട് സോഫയിൽ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് തോന്നും ഇവലൊക്കെ നമ്മളെ നോക്കി ചിരിച്ചാണെന്ന്. അസ്സലാമു അലൈക്കും എന്ന് പറയും പോലെ തോന്നിപ്പോവും. ഇത് ഒഴിവാക്കണം സഹോദര. റഹ്മത്തിന്റെ മലക്ക് ലൈലത്തുൽ ഖദ്റിൽ മാത്രമല്ല ഒരു സമയത്തും വരില്ല. റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അസ്രായീൽ വരും, വേറെ ഒരു മലക്കും വരില്ല. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അദാബിന്റെ മലക്കുകളും വരുന്നല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ റഹ്മത്തിന്റെ മലക്കുകൾ കയറണമെങ്കിൽ ചില ഡിമാൻഡുകളുണ്ട്, പാലിക്കണം. എന്തിനാ നല്ല നല്ല ദിവസങ്ങൾ ആണ്ടർജികൾ വരുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? പ്രധാനപ്പെട്ട ചില രാവുകളുണ്ട്, അന്ന് മലക്കുകൾ വരും. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി അതങ്ങൾ പറയോ? ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി പുണ്യ റസൂല് ജനിച്ച രാവാണ്. 2ാം സ്ഥാനത്താണ് ലൈലത്തുൽ ഖദ്ർ. 3ാം സ്ഥാനത്ത് ഇസ്രാ മിഅ്റാജിന്റെ രാവ്. 4ാം സ്ഥാനത്ത് അറഫയുടെ രാത്രി. 5ാം സ്ഥാനത്ത് ജുമുഅയുടെ രാത്രി. 6ാം സ്ഥാനത്ത് ബറാഅത്തിന്റെ രാവ്. 7ാം സ്ഥാനത്ത് 2 പെരുന്നാളുകളുടെ രാവ്. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നോട്. ഏത്? 1 നബി ജനിച്ച രാവും 2 ലൈലത്തുൽ ഖദ്റിന്റെ രാവും. അത് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. ഞാൻ പറഞ്ഞ സഹോദര, ഞാൻ എന്റെ വക വിഷയത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല. ഇതിൽ എന്റേത് നിങ്ങളത് രണ്ടാൾ അഭിപ്രായം സ്വീകരിക്കണ്ട. നിങ്ങൾ കൂടി അംഗീകരിക്കുന്ന തഫ്സീറാണല്ലോ അല്ലാമ ആലൂസിയുടെ തഫ്സീർ റൂഹുൽ മആനി. അതിൽ വരെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പിന്നെ മൂപ്പര് വല്ലാണ്ട് അറിയില്ല നമ്മള് പച്ച മലയാളത്തിൽ അവലംബണ്ടായ പോരെ. പക്ഷെ ഇത് വ്യത്യസ്താണ്. അള്ളാന്റെ തിരുദൂതർ ജനിച്ച രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി രണ്ടും വ്യത്യസ്തമാണ്. ലൈലത്തുൽ ഖദ്റിൽ കുറെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റേ രാത്രിക്ക് വേറെ നിലക്കുള്ള മഹത്വമാണ്. എന്താ കാരണം? ലൈലത്തുൽ ഖദ്ർ ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ്. റസൂലോ ലോകത്തിനാകെ അനുഗ്രഹമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ, സകല ലോകങ്ങൾക്കും അനുഗ്രഹം. ലൈലത്തുൽ ഖദ്റോ അത് ഈ ഉമ്മത്തിന് മാത്രം, ഈ ഉമ്മത്തിന് മാത്രം അനുഗ്രഹമായ ലൈലത്തുൽ ഖദ്ർ വരുന്ന രാവ്, അതിനേക്കാൾ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ പുണ്യ നബി വന്ന രാവ്. ഇത് ആർക്കും മനസ്സിലാവും, വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ രണ്ടും വ്യത്യസ്തമായ രൂപത്തിലാണ്. ഇനി ഒരുപാട് രാത്രികൾ അങ്ങനല്ലേ. ഇസ്രാ മിഅ്റാജ് നടന്ന രാവ് മഹത്തായ രാത്രി. അറഫയുടെ രാത്രി ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയാണ്. വെള്ളിയാഴ്ച രാവും ഓരോ വാരത്തിലും കടന്നു വരുന്നു. അതേപോലെ ബറാഅത്തിന്റെ രാവ്, ശഅബാൻ 15ന്റെ രാവ്, 2 പെരുന്നാളുകളുടെ രാവ്. ഇതൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. അതിൽ ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ എത്തി നിൽക്കുന്നതാണ്. ഇന്ന് 23 ആയതുകൊണ്ട് നല്ല സാധ്യത ഉണ്ട്. നല്ല ഒരുങ്ങനട്ടോ. ഇന്ന് കുറെ ഉറക്കൊഴിക്കണം. ഇന്ന് രാത്രി കുറെ ഉറക്കൊഴിക്കണം. നേരത്തെ കിടക്കരുത്. പള്ളി നിസ്കാരം കഴിഞ്ഞു പോയ ചോറ് കഴിച്ച് നേരത്തെ കിടക്കരുത്. ഒന്നും അധ്വാനിക്കണം. പിന്നൊരു നഷ്ടബോധം ഉണ്ടാകരുത്. ഇത് കരച്ചിൽ വരണം. അപ്പൊ മലക്കാള് നമ്മളെ മുസാഫത്ത് ചെയ്തതിന്റെ അടയാളാണത്. കരച്ചിലിന് വരണം. ഈ മളുകൾക്ക് എന്താ കാര്യം? ഒരു പണിയില്ലല്ലോ. ഖുർആൻ ഓതുമ്പോ കരഞ്ഞാൽ മതി. റബ്ബിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവിടെ തൊലിയൊന്നിന് പിടച്ചു പോകുന്നതാണ്. അതുകൊണ്ട് സഹോദര, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് മലക്കുകൾ ധാരാളം ഇറങ്ങും. ഇന്ന് തന്നെ ഉറപ്പിക്കണം. നാളെക്കും സാധ്യതയുണ്ട്. 24 രാവിന് സാധ്യതയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു ഓലൊക്കെ അഭിപ്രായം 24, 25 വ്യാഴാഴ്ച റമദാൻ 1 ആയതുകൊണ്ട് 25 നല്ല സാധ്യത, 27 ഭയങ്കര സാധ്യത. നിങ്ങൾ എമിലെന്ന് ഉറച്ചിക്ക് ഉസ്താദ് എന്ന് പറയാൻ വയ്യ. അള്ളാഹുവിന്റെ റസൂൽ വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞത് നമ്മൾ അധ്വാനിക്കാനാണ്. 29 നല്ലോ കണക്കിലെടുക്കണം. 27 കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പൂട്ടി വെച്ച പോലെയാണ്.
27 ഹൗലും കരക്ക് വരെ ആളെ കയറും. ഭയങ്കര ആൾക്കാരാണ്. ഇത്രയൊക്കെ ആൾക്കാർ പള്ളിയിലെ കാലി 10-15 കൊല്ലായ കാലിങ്ങനെ ഇയാളിപ്പോ ഈ നാട്ടാൻ നിന്നോ കൊല്ലത്തിലൊരിക്കൽ വരുള്ളൂ. 27 ആ നെയ്യപ്പം കൊടുക്കുന്നത് ഇശാഖ് നിസ്കരിച്ച ഉടനെ കൊടുത്തിട്ട് പിന്നെ തറാവി നിസ്കരിക്കാൻ തീരുമാനിച്ച വിവരണം അറിയും. എവിടെ പോയി ആളൊക്കെ? നെയ്യപ്പം കിട്ടിയവര് പോയി. ഓർക്ക് മസാല ഉണ്ടാവാൻ നെയ്യപ്പം ഇനി ഉറുമ്പ് വരുമെന്ന് കരുതിയിട്ടാണ്, അതുകൊണ്ട് പോയതാണ്. കേട്ടാ തോന്നിപ്പോ അത് പെരി ഏൽപ്പിച്ചിട്ട് ഇപ്പൊ വരും തിരിച്ച് ഭയങ്കര സ്പീഡിൽ. എല്ലാവർക്കും ഒരേ തട്ടിപ്പൊക്കെ. എല്ലാരും അങ്ങനെയാണെന്നല്ല, കുറെ ആളുകളുണ്ട്, ലക്ഷ്യങ്ങൾ വേറെയാണ്. അങ്ങനെ ആവരുത് സഹോദര. 29 സാധ്യത ഉണ്ട്. 29 കൂടി കഴിയണം, എന്നിട്ട് എന്ത് ചെയ്താൽ മതി. അള്ളാഹു താല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി അന്നത്തെ രാവ്, ഇനി അടുത്ത ക്ലാസ്സിനെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴേക്ക് പറ്റ ലാസ്റ്റാവും. നാളെ പെരുന്നാൾ ഉസ്താദെ. അതിൽ പ്രധാനപ്പെട്ട ചില ദിക്റുകൾ നമ്മൾ ചൊല്ലണം. ഖദറിന്റെ രാവിലെ പ്രത്യേകം പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആർത്തവകാരികളായ സ്ത്രീകളോട് പ്രത്യേകം പറയണം. ഖദറിന്റെ രാവിലും അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല, ഖുർആൻ ഉറക്കെ ഓതാനും പറ്റൂല, ദിക്റിനും സ്വലാത്തിനും പ്രശ്നമില്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നല്ലോണം ചെല്ലണം. മിഅ്റാജിന്റെ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിന്റെ ചുമരിൽ ചാരി നിന്ന് പുണ്യനബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് പ്രധാനപ്പെട്ട ദിക്റാ. ഖദറിന്റെ രാവിൽ നമ്മൾ ചൊല്ലണം. അത് ഇബ്രാഹിം നബി സ്വർഗത്തിലേക്ക് കടക്കാൻ ഉമ്മത്തിനൊരു പോയിന്റ് പറഞ്ഞു കൊടുത്തതാണ്. ഇബ്രാഹിം നബി ബൈത്തുൽ മഅമൂറിന്റെ അരികെ വെച്ച് പറയുമ്പോ ആ ബൈത്തുൽ മഅമൂറിന്റെ നേരെ അടിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കഅബാലയം. ആ കഅബ ലോക മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നതും അത് തന്നെ. അതുകൊണ്ട് അത് നമ്മൾ ചൊല്ലണം. അതാണ് പെരുന്നാൾക്ക് തക്ബീറുകൾക്കിടയിൽ ചൊല്ലാറ്. തസ്ബീഹ് നിസ്കാരത്തിൽ 300 തസ്ബീഹും അതാണ്, മറക്കണ്ട. മാത്രമല്ല അൽ കഹ്ഫ് സൂറയിലൂടെ അള്ളാഹു പറയുന്ന ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്, അതുകൊണ്ടുള്ള ഉദ്ദേശം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവരുടെ വ്യാഖ്യാനം എല്ലാം കൊണ്ടും വലിയൊരു ദിക്റാണ്. അതുപോലെ നാളെ മീസാൻ എന്ന തുലാസിൽ കനം തൂങ്ങാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സഖീലത്താനി ഫിൽ മീസാൻ. നാവുകൾക്ക് വളരെ ലഘുവായ 2 വാക്യങ്ങൾ, അതേസമയം അത് അള്ളാഹുവിനിക്ക് വളരെ ഇഷ്ടമുള്ളതും മീസാൻ എന്ന തുലാസിൽ വല്ലാത്ത ഖനമുള്ളതും. ചെറിയ മുളകില്ലേ, കാണാൻ ചെറുതേകാരം, പെരും എരിവായിരിക്കും. ആ വലിയ മുളകുണ്ടല്ലോ, കണ്ട ജഗ പോകെ അബൂജഹലിന്റെ തലന്റെ മാർക്ക് ഉള്ളൊന്നുമില്ല. ഏത് കുട്ടിയാകുമ്പോൾ തിന്ന പുളക്കിങ്ങുന്നും പോലെ. എന്നാൽ ആ ചീരക് എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷ. എന്താ അതിന്റെ എരിവ്? എന്നതുപോലെ കാണാൻ വലിയ വലുപ്പൊന്നുമില്ല, ചെല്ലാന് വളരെ എളുപ്പം, മൂല്യമില്ല എന്ന് കരുതരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതാണ് ദിക്ർ. അത് അങ്ങനെ തന്നെയല്ല. വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് എല്ലാരെ കുറെ ചെല്ല. ഖദറിന്റെ രാവ് സ്വർഗത്തിലൊരു നിധി, അർശിന്റെ താഴെ ഒരു നിധിയുണ്ട്. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഖദറിന്റെ രാവിൽ കൂടുതൽ ചെല്ലേണ്ടത്. സഹോദരാ, നമ്മള് പാപമോചനത്തിന്റെ രാവ് 10 കഴിഞ്ഞു പോയെങ്കിലും നരകമോചനത്തിന്റെ 10 ഇപ്പൊ നമ്മളുള്ളത്. നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെ. അതാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ നമ്മൾ ചൊല്ലുന്നത്. ഈ 10 നമ്മൾ കൂടുതൽ ചൊല്ലേണ്ട ഒന്നാണ് യൂനുസ് നബി ചൊല്ലിയത്. ഖദറിന്റെ രാവിൽ ചൊല്ലണം. ഖദറിന്റെ രാവിൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ അനുമതി ഇല്ലാതെ ഹിജ്റ പോയി അവസാനം വലിയൊരു തിമീങ്കലത്തിന്റെ പള്ളന്റെ ഉള്ളിൽപ്പെട്ടല്ലോ. വലിയ ഒരു തിമീങ്കലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽപ്പെട്ടു. അവസാനം അദ്ദേഹം രക്ഷപ്പെടാൻ എന്താ ചൊല്ലിയത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹു ഖുർആനിൽ പറയുന്നത് അത് ചൊല്ലിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം എവിടാവും? ആ മത്സ്യത്തിന്റെ വയറ്റിലാവുന്നതാണ്. അത് ചൊല്ലിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തിയത്. 40 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നു. 3 ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, കടലിലെ ഇരുട്ട്, രാത്രിയിലെ ഇരുട്ട് ഒക്കെ കൂടി
അദ്ദേഹം ഇത് നല്ലോണം ആവർത്തിച്ച് ചൊല്ലി രക്ഷപ്പെടുത്തി. ഇത് കഥ ഖുർആൻ പറഞ്ഞത് അള്ളാഹു റസൂൽ വിശദീകരിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് നമ്മൾ എവിടെങ്കിലും കുടുങ്ങിയാൽ ചൊല്ലിയാൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു രക്ഷപ്പെടും എന്നാണ്. രക്ഷപ്പെടും, ആത്മാർത്ഥമായി ചൊല്ലിയ രക്ഷപ്പെടും. കാരണം അദ്ദേഹം അത് ചൊല്ലിയത് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താ അറിയോ? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തും. അപ്രകാരം എന്ന് പറഞ്ഞാൽ യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ, അദ്ദേഹം അത് ചൊല്ലിയത് കൊണ്ട് രക്ഷപ്പെടുത്തിയതുപോലെ മുഅ്മിനീങ്ങൾ എവിടെങ്കിലും കുടുങ്ങിയാൽ ഇത് ചൊല്ലിയാൽ രക്ഷപ്പെടുത്തും. ക്ലാസ് റൂമിൽ ഇത് കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളി. വിദേശത്ത് ഒരാൾ ജയിലിൽ കുടുങ്ങി നോട്ടുക, ബേജാറാണ്ട, ആത്മാർത്ഥമായിട്ട് ചെല്ലാം. അപ്പൊ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, മയക്കുമരുന്ന് വിറ്റ് കുടുങ്ങിയാലോ? മയക്കുമരുന്ന് വിറ്റിട്ട് കുടുങ്ങി ജയിലില്ല, ഇത് ചെല്ലിയതുകൊണ്ട് കഴിച്ചില്ലാകും ഉസ്താദേ. കഴിച്ചില്ലാവും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, റബ്ബേ നീ അല്ലാതെ വേറെ ഇലാഹില്ല, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. അതാളപ്പ പറയുന്നത്, ക്ഷമാപണം, ഞാൻ മയക്കുമരുന്ന് വിറ്റുപോയി, ഇപ്പൊ തല പോയിട്ടില്ല, അതുകൊണ്ട് അത് വരക്കുന്നത്. അപ്പോ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കരുതാണ്, നീ പരിപാടിയില്ല, എന്നാ രക്ഷ ഉണ്ടാവും. ആത്മാർത്ഥക്കനുസരിച്ചാണ്. നീ ആ മയക്കുമരുന്ന് വെക്കൂല, ജയിലിന്ന് പുറത്താൻ ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാം, കാര്യമില്ല, ചെല്ലിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ചെല്ലിയ കാര്യമുണ്ട്. സഹോദര, നമ്മളിത് കൂടുതൽ ചെല്ലണം. ഖദറിന്റെ രാവിലെ ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമ്പോ ചൊല്ലിയത് ഖദറിന്റെ രാവിലെ ചെല്ലണം. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്കല്ലാഹു മതി, ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനവനാണ്. നല്ലോണം ചൊല്ലണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ ചൊല്ലുക, ഖുർആനിൽ നിന്ന് നിരന്തരം ഓതുക. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിന്റെ രാവിലെ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ദുആ ചെയ്യരുതെന്നാണ്. നല്ലോണം ദുആരക്കണം, മനസ്സ് തട്ടി ദുആരക്കുക, കരഞ്ഞു ദുആരക്കുക, നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാം. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലിമത്തുൻ നഫ്സും മാ അഹ്ളറത്, ഓരോരുത്തരും തയ്യാറാക്കി കൊണ്ടുവന്നതിനെ ഓരോരുത്തരും അറിയും. ആ ഘട്ടത്തിൽ ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. 29-ാം രാവിന് തറാവീഹിന് ശേഷം പള്ളിയിൽ വെച്ച് തസ്ബീഹ് നിസ്കാരം, അതുപോലെ തന്നെ തൗബ, തഹ്ലീൽ എല്ലാം ഉണ്ടാകും എന്ന് അയ്യൂബ് സഖാഫിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ വെച്ച് 29-ാം രാവിലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗം, അടുത്ത ഭാഗം ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു ശ്രദ്ധേയമായ ഒരു ചർച്ച ഇനി അല്ലാഹു തുടങ്ങാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ലാഹു അർഹമായ കൂലി നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا.